നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. PSC അംഗ നിയമനത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ നടപടി ഉണ്ടായിട്ടും CPMനെ കടന്നാക്രമിക്കുകയാണെന്ന് പാർട്ടി. പുറത്താക്കിയ പ്രമോദ് കോട്ടൂളിയെ വീരനായകനായി ഉയർത്തിക്കാട്ടുന്നുവെന്നാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആരോപണം. പാർട്ടി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ നടപടിക്ക് ശേഷം മന്ത്രി മുഹമ്മദ് റിയാസിനും എളമരം കരീബിനുമെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ ചെറുക്കുമെന്നും CPM. പ്രമോദ് കോട്ടൂളി എന്താണ് പരാതി, ആര് കോഴ വാങ്ങി, ആരിൽ നിന്ന് വാങ്ങി, എപ്പോൾ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയെ വെല്ലുവിളിച്ച് നടക്കുമ്പോഴാണ് CPMന്റെ ഈ വിശദീകരണം. പാർട്ടി കുറിപ്പ് വായിച്ചു നോക്കിയിട്ടും എന്തിനാണ് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതെന്നോ PSC കോഴ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോഴും പറയാനാവുന്നില്ല. ഇടപാട് ശരിവെക്കുമ്പോഴും തിരുത്തൽ നടത്തിയെന്ന് പറയുമ്പോഴും വാർത്താക്കുറിപ്പിൽ അത് ഇടം പിടിക്കുമ്പോഴും കോഴയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് മൗനം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ CPM സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ നിജേഷ് അരവിന്ദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. താങ്കൾ വായിച്ചു നോക്കിയത് ഞാൻ കരുതുകയാണ്. അതിൽ പാർട്ടി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടി പുറത്താക്കിയ ആളെ വീരപരിവേഷം നൽകി അവതരിപ്പിക്കുന്നത് അത് മുൻപും ഉണ്ടായിട്ടുള്ള കാര്യമാണ്, ഇപ്പോഴും ഈ കോഴിക്കോട്ടെ ഈ സംഭവത്തിലും അത് ആവർത്തിക്കുകയാണെന്ന്. അതായത് ഈ പ്രമോദ് കോട്ടൂളിയെ വീരനായകനായി അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. അത് മാധ്യമങ്ങളും എതിർ പാർട്ടിക്കാരും ചേർന്നാണ് ഇങ്ങനെയൊരു ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഞങ്ങൾക്ക് പ്രമോദ് കോട്ടൂളിയെ പറ്റി ഒന്നുമേ പറയാനില്ല. അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുത്തത് പാർട്ടിയാണ്. ഇന്നലെ വരെ അദ്ദേഹം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, CITUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. ആരാണ് വാർത്ത കൊടുത്തത് എന്ന് ഇന്നും അറിയില്ല. ആ വാർത്ത കൊടുത്തത് ശരിയാണോ എന്ന് അറിയില്ല. പിറ്റേ ദിവസം ജില്ലാ കമ്മിറ്റി കൂടുന്നു. ജില്ലാ കമ്മിറ്റി കൂടിയിട്ട് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുന്നു. പ്രമോദ് കോട്ടൂളി അമ്മയെയും സഹപ്രവർത്തകരെയും മകനെയും ഒക്കെ കൂട്ടി ശ്രീജിത്ത് എന്ന് പറയുന്ന പുതിയൊരു കഥാപാത്രത്തിന്റെ വീട്ടിന് മുന്നിൽ പോയി സമരമിരിക്കുന്നു. അത് വാർത്തയാകുന്നു. അനിശ്ചിതകാല സമരം 1 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്നു. പ്രമോദ് കോട്ടൂളി തിരിച്ചു വരുന്നു. പ്രമോദ് കോട്ടൂളി ഏതോ ഒരു പ്രേമൻ എന്ന് പറയുന്ന CPMന്റെ മറ്റൊരു നേതാവിന്റെ പോസ്റ്റ് അടിയിൽ വേണ്ടി കമന്റ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് പ്രമോദ് കോട്ടൂളിയെ ആരാണ് പിടിച്ചു വലിച്ചു വലുതാക്കിയിട്ടുള്ളത്? ഞങ്ങളാരുമല്ല. ആരാണ് പ്രമോദ് കോട്ടൂളി എന്നും എന്തിനാണ് പുറത്താക്കിയത് എന്നും CPM പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. CPMന്റെ ഈ പത്രക്കുറിപ്പിനകത്ത് ഏത് തരത്തിലാണ് പ്രമോദ് കോട്ടൂളി പാർട്ടിയെ തരം താഴ്ത്തിയത് അല്ലെങ്കിൽ പാർട്ടിക്ക് ഹാനികരമാകുന്ന രീതിയിൽ പെരുമാറിയത്, ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആരാണ് ഇത് മാധ്യമങ്ങൾക്ക് കൊടുത്തത്? ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പാർട്ടിക്കകത്ത് ഇരുമ്പ മറയ്ക്കകത്തുള്ള പാർട്ടിക്കകത്ത് ആരോ കൊടുത്ത അപേക്ഷ അല്ലെങ്കിൽ പരാതി അതെങ്ങനെ പുറത്തുപോയി? ശ്രീജിത്ത് പറയുന്നു ഞാൻ പൈസ കൊടുത്തിട്ടില്ല. പ്രമോദ് പറയുന്നു ഈ പൈസയല്ല, ഞാൻ വേറെ ഇടപാടിനാണ് വേണ്ടി പൈസ കൊടുത്തത്. ഇടപാട് വ്യക്തമാക്കൂ. ഇനി ഇതിൽ മന്ത്രിക്ക് പങ്കുണ്ട് എങ്കിൽ മന്ത്രി നേരെ പോലീസ് സംവിധാനത്തിന് കൈമാറ്. ഇങ്ങനെ കോഴ നടന്നിട്ടുണ്ട്, അത് പോലീസ് അന്വേഷിക്കട്ടെ. എന്തിന് നടപടി? യൂത്ത് കോൺഗ്രസ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ പോലീസിന്. അതിലെന്തെങ്കിലും നടപടി ആയിട്ടുണ്ടോ? FIR വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? ഒരു ദിവസം VD സതീശൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് എന്ന്. അത് ഈ പരാതി ഒന്നുമില്ല എന്ന് ഭരണപക്ഷം പറയുമ്പോൾ മുഖ്യമന്ത്രിയും അത് ആവർത്തിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരൻ പരാതി നൽകിയിട്ടുണ്ട് എന്ന്. അന്ന് രാവിലെ ഇപ്പോൾ നിയമസഭയിൽ ഈ വിഷയം വരുന്ന അന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പരാതി കുറച്ചു മുമ്പ് കിട്ടിയിട്ടുണ്ട് എന്ന്. പക്ഷേ അന്ന് VD സതീശൻ പറഞ്ഞിരുന്നു അതിന് മുൻപ് തന്നെ ഒരു മൊഴിയെടുത്തിട്ടുണ്ട് പോലീസ് എന്ന്. അപ്പോൾ നിങ്ങൾ കൊടുത്ത ആ പരാതിയിൽ എന്ത് നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് പോലീസ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ? കോഴിക്കോട് നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വൈശാലാണ് പരാതി കൊടുത്തത്. ഈ ഒരു സംഭവം പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങൾക്കകത്തൊക്കെ PSC മെമ്പർഷിപ്പിന് പണം വാങ്ങിയെന്ന ആരോപണം വന്ന സമയത്ത് നമ്മൾക്കറിയാം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം പബ്ലിക് സർവീസ് കമ്മീഷൻ അതിന്റെ മെമ്പർ ആവാൻ വേണ്ടി കോഴ കൊടുത്തു എന്ന ആരോപണം വന്നപ്പോൾ അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ട്. അത് പുറത്തു വന്ന മുഴുവൻ മാധ്യമങ്ങളിലെയും വാർത്തകൾ ഉൾപ്പെടെ അദ്ദേഹം പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതുവരെ പോലീസ് നീങ്ങിയിട്ടില്ല, നീങ്ങുമെന്നുള്ളതാണ് പ്രതീക്ഷ.
അന്ന് നമ്മൾ കേട്ടത് പ്രമോദ് കോട്ടൂളി വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ്. പക്ഷേ പ്രമോദ് കോട്ടൂളി പിന്നെ പരാതി കൊടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇന്നാണ് ജില്ലാ കമ്മിറ്റി വരുന്നത് പ്രമോദ് കോട്ടൂളിയെ മഹത്വവൽക്കരിക്കുന്നത്. ഞങ്ങൾ മഹത്വവൽക്കരിക്കുന്നില്ല. ഞങ്ങൾക്ക് പ്രമോദ് കോട്ടൂളിയും കണക്കാണ്, പി മോഹനൻ മാഷും ഈ കത്ത് എഴുതി അയച്ച മോഹനൻ മാഷും കണക്കാണ്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത് പൊതുസമൂഹത്തിനകത്ത് ഇതുപോലെയൊരു ചിത്രം വന്നു, ഇതുപോലെയൊരു സംഭവം വന്നു, ഇത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ലേ, മോഹനൻ മാഷിക്കില്ലേ? എന്തുകൊണ്ട് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കി? ചാത്തുണ്ണി മാഷ പുറത്താക്കിയില്ലേ പണ്ട് പാർട്ടി? ഈ ഏരിയയിൽ മുഴുവൻ, സംസ്ഥാനത്ത് മുഴുവൻ പാർട്ടി കെട്ടിപ്പടുത്ത, പട്ടിണി കിടന്ന് കെട്ടിപ്പടുത്ത ചാത്തുണ്ണി മാഷ് എന്തോ ഒരു ചെറിയ സാമ്പത്തിക ഇടപാട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്താക്കി. അദ്ദേഹം ഒന്നുമല്ലാതെ മരണപ്പെടുന്നത്. ചാത്തുണ്ണി മാഷ പുറത്താക്കിയ പാർട്ടിക്ക് എം വി രാഘവനെ പുറത്താക്കിയ, കെ ആർ ഗൗരിയമ്മയെ പുറത്താക്കിയ, 1000 ടി പി ചന്ദ്രശേഖരനെ പുറത്താക്കിയ, 1000 സഖാക്കളെ പുറത്താക്കിയ പാർട്ടിക്ക് പ്രമോദ് കോട്ടൂളി എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് പറയാൻ എന്താ ധൈര്യമില്ലാത്തത്? അത് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കട്ടെ കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ലാതെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് ഇയാളെ സംഭവമാക്കുന്നത്. ഞങ്ങളും സംഭവമാക്കുന്നില്ല. ഞങ്ങൾക്കറിയാം നാളെ ഇതൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇത് ഒത്തുതീർപ്പിന്റെ പാതയിലേക്കാണ് പോകുന്നത്. ഇപ്പോ കോഴിക്കോട്ടെ പാർട്ടിയെ പറ്റി ഒരു സമഗ്രമായ അന്വേഷണം നടത്തണം. ഞങ്ങൾ അതേ പറയുന്നുള്ളൂ. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ പഠനകാലത്ത് SFIയിൽ നിന്ന് ഒരാളെയും ഇന്ന് കാണാനില്ല. ഞങ്ങളൊക്കെ കോഴിക്കോട് ജില്ലാ രാഷ്ട്രീയത്തിൽ പല സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കോഴിക്കോട് നഗരത്തിൽ പോലീസിനോട് അടികൂടിയ, പോലീസിനോട് പോരാടിയ KS വിമൽ മുതൽ ഇങ്ങോട്ടുള്ള ഒരു SFIക്കാരനെയും ഞങ്ങൾ പൊതുരാഷ്ട്രീയ രംഗത്ത് കാണുന്നില്ല. ഇവരൊന്നും രക്തസാക്ഷികളായി പോയതല്ല. ഇവരൊക്കെ പാർട്ടിക്കകത്ത് വെട്ടിനിരത്തപ്പെട്ടതാണ്. വിമലില്ല, ലാൽ കിഷോർ ഇല്ല, ഒരാളെ ആതിരയില്ല, ഡയാനയില്ല. ഇപ്പൊ മേയർ, കോഴിക്കോട്ടെ മേയർ സ്ഥാനം CPM-ന് എത്രയോ കാലമായി കിട്ടുന്നതാണല്ലോ. ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഒരു പഴയകാല SFIക്കാരനെ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. മറിച്ച് റിട്ടയർ ചെയ്ത ഒരു ടീച്ചറെയാണ് പരിഗണിക്കുന്നത്. തോട്ടത്തിൽ രാധാകൃഷ്ണ പോലെയുള്ള ആളുകളെയാണ് MLA സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എന്തുകൊണ്ട് SFIയിലൂടെ വളർന്നു വന്ന ആളുകളെ പരിഗണിക്കുന്നില്ല? എല്ലാവരെയും വെട്ടിനിരത്തി. നമ്മൾക്കറിയാവുന്ന കണ്ണിന്റെ മുന്നിൽ 95-ല് 2005-ല് വലിയ സമരമായിരുന്നു SFIയുടെ സമരം, കോഴിക്കോട്ടെ കൗൺസിലിംഗ് സമരം. ആ കൗൺസിലിംഗ് സമരവുമായി ബന്ധപ്പെട്ട സഖാവിനെ അടുത്ത ദിവസം ഞാൻ കോഴിക്കോട്ട് വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, സഖാവെ ഇപ്പൊ സമരമൊന്നുമില്ലേ? അന്ന് അടികിട്ടി ഞാൻ അന്ന് ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. ആ മാസിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? ലാൽ കിഷോർ SFIയുടെ ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ട് സംഭവിച്ചു? ഇപ്പോ MR ഹരീഷും PM ആതിരയും ദമ്പതികളാണ്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അവരിപ്പോഴും ലോക്കൽ കമ്മിറ്റിയില്ല, മേലോട്ട് കയറിയിട്ടില്ല. എത്രയോ കാലത്ത് SFIയുടെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആളുകൾ ലോക്കൽ കമ്മിറ്റിക്കകത്ത് നിൽക്കുക. ആരാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയെ പാർട്ടിയെ നയിക്കുന്നത് ചില സാമ്പത്തിക ചേരികളാണ്. അങ്ങ് പാറക്കടവിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ പേരാണ് അമർ. ആ അമറിന് കോഴിക്കോട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏത് സമയത്തും കയറി ചെല്ലാനുള്ള അധികാരമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു, ബ്രാഞ്ച് കമ്മിറ്റി അംഗത്വം പുതുക്കി കൊടുക്കാത്ത നാദാപുരത്തെ പാറക്കടവുകാരനായ അമറിന് എങ്ങനെ കോഴിക്കോട്ടെ എല്ലാ ഓഫീസിനകത്തും അല്ലെങ്കിൽ പാർട്ടി ഓഫീസിനകത്തും കൃത്യമായി കയറി ചെല്ലാൻ പറ്റുന്നു? പാർട്ടി മറുപടി പറയട്ടെ, പറയുന്നില്ല. അന്ന് ബ്ലൂമിംഗ് കാലിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി M ഭാസ്കരൻ നമ്മുടെ നഗരസഭ അധിപനായിരുന്ന കാലത്ത്, മേയർ ആയിരുന്ന കാലത്ത് ബ്ലൂമിംഗ് കാലിക്കറ്റ് തുടങ്ങിയ അന്ന് മുതൽ കോഴിക്കോട്ട് കോർപ്പറേഷന്റെ സമ്പത്തുകൾ മുഴുവൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം കോഴിക്കോട്ട്, സാമ്പത്തിക രംഗത്ത് ഒരു വിഭാഗം കോഴിക്കോട്ടുണ്ടായി. ഇന്ന് സോളക്സ് എന്ന് പറയുന്ന പരസ്യ കമ്പനിക്ക് ഇല്ലാത്ത ബോർഡുകളിൽ ആരാ നയിക്കുന്നത്? CPM-ന്റെ DYFIയുടെ നേതാക്കന്മാരാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇന്ന് കോഴിക്കോട്ടെ പരസ്യ കമ്പനി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ ഒരു കൂത്തരങ്ങ്. ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. മറുപടി പറയട്ടെ. വലിയ വിശാലമായി 5 ഏക്കറിൽ കിടക്കുന്ന കോഴിക്കോട്ടെ പൈതൃക തെരുവ് പാളയം, 10,000-കണക്കിന് ആളുകൾ നേരിട്ടും പരോക്ഷമായും പ്രത്യക്ഷമായും ഉപജീവനം നടത്തുന്ന പാളയം മാർക്കറ്റ് 2 ഏക്കർ സ്ഥലത്തേക്ക് കല്ലുത്തങ്കടവിലേക്ക് മാറ്റുന്നു. എന്താ അതിന്റെ പിറകിൽ? അഴിമതിയാണ്. ആവിക്കത്തോട് എന്താ പ്രശ്നം? അഴിമതിയാണ്. കോതിയിൽ എന്താ പ്രശ്നം? അഴിമതിയാണ്. ഇങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കെളിച്ചു കിടക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ പണത്തിനു വേണ്ടിയുള്ള, പണ്ടൊക്കെ നമ്മൾ കേട്ട ദാവൂദ് ഇബ്രാഹിമിന്റെയും അരുൺ ഗാവലിയുടെയും സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നൊക്കെ നമ്മൾ പണ്ട് വാർത്ത വായിച്ചിട്ടുണ്ട്. അതുപോലെ സാമ്പത്തിക ശക്തികൾ തമ്മിൽ കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏറ്റുമുട്ടലിന്റെ ബഹിർസ്ഫുരണങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോഴാണ് ചില ആളുകളെ പിടിച്ച് പുറത്താക്കുന്നത്. ഇതൊക്കെ അന്വേഷിച്ച് ചെന്നാൽ എത്തുന്നത് എവിടേക്കാണ് എന്ന് നമ്മൾക്കൊക്കെ അറിയാം. കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സ് വിറ്റു. പണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ സമരം നടത്തിയത് ആ സ്റ്റീൽ കോംപ്ലക്സിന്റെ പേരിൽ. ഇന്ന് ഛത്തീസ്ഗഡിലെ കമ്പനി വന്ന് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നു. ആരാ കൊടുത്തത്? കിനാരൂരിലെ ഭൂമി ആരാ കൊടുത്തത്? ചക്കിട്ടപാറയിലെ ഖനനം ആരാ കൊടുത്തത്? മാവൂരിലെ ഭൂമി ആരാ കൊടുത്തത്? കോംട്രസ്റ്റ് ഭൂമി ആരാ കൊടുത്തത്? ഇതൊക്കെ എത്തുന്നത്, അവസാനം എത്തിച്ചേരുന്നത് കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തേക്കാണ്. ആ പാർട്ടിയെ പടച്ചോൻ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് അവിടെ പോയി എണ്ണയൊഴിക്കാൻ എന്തായാലും ഞങ്ങളില്ല. ഞങ്ങളുടെ നേരത്തേക്ക് ചാരുകയും വേണ്ട. തമ്മിൽ അടിച്ചുകൊള്ളൂ. ജനം കാണുന്നുണ്ട് ഇതെല്ലാം. തമ്മിൽ അടിച്ചുകൊള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമാക്ക്, നിങ്ങൾ തിരുത്ത്, നിങ്ങൾ വ്യക്തമാക്ക്. നിങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയാം കോൺഗ്രസ് ഇന്നെന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആകാശത്തേക്ക് വരികയാണ്. അന്നൊരു വാർത്താക്കുറിപ്പ് ഇല്ലായിരുന്നു. പ്രമോദിനെ പുറത്താക്കിയപ്പോൾ
പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് ഒരു ചെറിയ വിശദീകരണം നൽകി. പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുകയും പാർട്ടി ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തതിനാണ് ഇയാളെ പുറത്താക്കിയത് പാർട്ടിയിൽ നിന്ന്. അന്നുമില്ലായിരുന്നു. എന്താണ് പുറത്താക്കലിന് കാരണം? ഇന്ന് ഈ വാർത്താക്കുറിപ്പ് വലുതായിട്ട് എഴുതിയപ്പോൾ അത് വായിച്ചു നോക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ അതിൽ മുഴുവൻ കുറ്റപ്പെടുത്തലുകളാണ്. ഈ പുറത്താക്കിയയാളെ വീരപരിവേഷം നൽകുകയാണ്. അത് മാധ്യമങ്ങളുമുണ്ട്, പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതിൽ കോൺഗ്രസും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേരെ ചാരാൻ വരണ്ട എന്ന് നിജേഷ് പറയുന്നത്. അതല്ലാതെ ഇയാളെ പുറത്താക്കിയതിനൊരു വ്യക്തമായ കാരണം ഇപ്പോഴും പറയുന്നില്ല. PSC കോഴ ഉണ്ടായിരുന്നോ ഇല്ലയോ ഇക്കാര്യം പറയുന്നില്ല. അതുപോലെ തന്നെ ഭൂമി ഇടപാടാണോ അതും പറയുന്നില്ല. അപ്പോൾ എന്തിനാണ് പുറത്താക്കിയത്? എന്തായാലും അവിടെ ഒരു സാമ്പത്തിക ഇടപാട് നടന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ. അത് പാർട്ടി അംഗീകരിക്കുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് തുറന്നു പറയാൻ എന്താണ് ഇപ്പോഴും മടി? മഞ്ജുഷന്റെ ഈ ചോദ്യത്തിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരാം. അതിനു മുമ്പ് നിജേഷ് പറഞ്ഞ ഒരു കാര്യത്തിന് എൻ്റെ ഒരു പ്രതികരണം കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. നിജേഷ് ഇപ്പോൾ ഒരുപാട് അഴിമതികൾ ഇതെല്ലാം CPIMന്റെ തലയിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വസ്തുതയാണെങ്കിൽ വാസ്തവത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ മഞ്ജുഷ്? പിന്നെ അങ്ങനെയൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നു എന്ന് പിന്നെ വെറുതെ ആരോപിക്കുകയല്ല. അതിന് ആധാരമായിട്ടുള്ള എല്ലാ തെളിവുകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ പിന്നെ നിജേഷ് അരവിന്ദ് എന്ന കോൺഗ്രസ് നേതാവ് ഒരു കാര്യം ചെയ്യണം എന്നൊരു സജഷൻ കൂടി ഇവിടെ പറയുകയാണ് ഞാൻ. അതായത് നിങ്ങളുടെ സർക്കാർ രണ്ടാം UPAയുടെ കാലത്ത് 2011 ഡിസംബർ 27-നാണ് പാർലമെന്റിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന വിസിൽ ബ്ലോവേഴ്സ് ആക്ട് പാസ്സാക്കുന്നത് കേട്ടോ. 2011 ഡിസംബർ 27. അത് കഴിഞ്ഞ് പിന്നെ അത് രാജ്യസഭയിലേക്ക് എത്തുന്നത് പിന്നീടും വർഷങ്ങൾ താമസിച്ചാണ്. അത് രാജ്യസഭയിൽ എത്തുമ്പോഴേക്ക് 2014 ഫെബ്രുവരി 21 2014 ഫെബ്രുവരി 21. അത് പിന്നെ രാഷ്ട്രപതി ഒപ്പിടുന്നത് അതേ വർഷം തന്നെ മെയ് 9-നാണ്. അപ്പൊ ആ വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട ആ നിയമം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് പിന്നെ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ്, കേരളത്തിൽ പ്രതിപക്ഷമാണല്ലോ കോൺഗ്രസ്, ദേശീയ തലത്തിലെ കാര്യം ഞാൻ പറയുന്നില്ല, അത് നിങ്ങളെ പോലുള്ള പിന്നെ യങ് ടർക്സ്, പണ്ട് ചന്ദ്രശേഖരനെ വിളിച്ച പേരാണല്ലോ യുവ തുർക്കികൾ, നിങ്ങളെ പോലുള്ള യുവ തുർക്കികൾ ഈ നിയമം ഫലപ്രദമായി ഉപയോഗിച്ച് അതിന് നിയമസാധുതയുള്ളതാണ് നിജേഷ്. അത് സ്വാഭാവികമായും നിങ്ങൾക്ക് തെളിവുകളുണ്ടെങ്കിൽ അത് സമുജ്വലമായി ഉപയോഗിക്കണം. കേരളീയ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള അഴിമതികൾ ഉണ്ട് എന്ന് നിങ്ങൾ വെറുതെ വിളിച്ചു പറയുക മാത്രമല്ല, നിങ്ങളുടെ അതിനാവശ്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകളുമായി വിസിൽ ബ്ലോവറായിട്ട് കോൺഗ്രസിലെ മറ്റാരെങ്കിലും വന്നില്ലെങ്കിലും ഈ ചർച്ചയിൽ ഇത് പറഞ്ഞ നിജേഷ് അരവിന്ദ് എന്ന യുവ നേതാവെങ്കിലും വരണം എന്നൊരു സജഷൻ ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇനി പിന്നെ മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, ഇത് പിന്നെ ഞാൻ നേരത്തെ തന്നെ പല ചാനലുകളിലും മഞ്ജുഷ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പിന്നെ PSC കോഴയുമായി ബന്ധപ്പെട്ടതല്ല വിവാദം. കാരണം PSC കോഴയിൽ CPMന് അവസാനം ഒരു കോട്ട കിട്ടുന്നത് കഴിഞ്ഞ വർഷമാണ് 2 പേരുടെ കോട്ട കിട്ടിയത്. അത് തിരുവനന്തപുരത്ത് 2 പേർ, ഒന്ന് അഡ്വക്കേറ്റ് ജോസ് ഡിക്രൂസും മറ്റൊന്ന് ഡോക്ടർ ജോസും, അങ്ങനെ 2 പേരാണ് നിയമിക്കപ്പെട്ടത്. പിന്നെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ആണ് ഏറ്റവും ഒടുവിലത്തെ PSC അംഗത്വം ലഭിച്ചത്. അത് പിന്നെ കടുത്തുരുത്തിയിലുള്ള അഡ്വക്കേറ്റ് ബോസ് അഗസ്റ്റിൻ എന്ന പിന്നെ വക്കീലിനാണ് ആ നിയമനം കൊടുത്തിട്ടുള്ളത്. CPMന്റെ കസ്റ്റഡിയിൽ അടുത്ത കാലത്ത് തന്നെ ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ മറ്റു നിയമനങ്ങളൊന്നും വന്നിട്ടില്ല. ഈ പ്രശ്നം അതുമല്ല, PSC കോഴ എന്നുള്ളതല്ല, അവിടെ ഒരു കോഴയുടെ ഇടപാടുണ്ടായിരുന്നു, അത് വസ്തുതയുമാണ് കേട്ടോ. ഞാൻ അതാണ് പറയുന്നത്. അത് പിന്നെ ഈ ശ്രീജിത്തിന്റെ ഭാര്യ ആയിട്ടുള്ള ഹോമിയോ ഡോക്ടർ, അവർക്ക് പിന്നെ ഈ ആയുഷ് വകുപ്പിൽ ജില്ലാ കോർഡിനേറ്ററായിട്ട് നിയമനം കിട്ടണം എന്നുള്ളതായിരുന്നു താല്പര്യം. അതിനാണ് ശ്രീജിത്തിന്റെ ഭാര്യയായുള്ള ഹോമിയോ ഡോക്ടർക്ക് വേണ്ടി ശ്രീജിത്ത് പിന്നെ ഈ പറയുന്ന പ്രമോദ് കോട്ടൂളിയുമായി പരിചയക്കാരനാണ് അദ്ദേഹം. പ്രമോദ് തന്നെ പറയുന്നുണ്ട്, പ്രമോദിന്റെ സുഹൃത്ത് വഴിയാണ് ഇദ്ദേഹത്തെ പിന്നെ പരിചയപ്പെട്ടെന്നൊക്കെ വേറൊരു ചാനൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു. പക്ഷെ പ്രമോദ് അല്ല പൈസ വാങ്ങിയത്. 60 ലക്ഷം രൂപ കരാർ ഉറപ്പിച്ചിട്ട് 20 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ടും 2 ലക്ഷം രൂപ പ്രമോദിനും പിന്നെ സുഹൃത്തിനും ഈ യാത്രാ സൗകര്യങ്ങൾക്കുള്ള TA ആയിട്ടും, അങ്ങനെയാണ് 22 കൈപ്പറ്റുന്നത്.
ഇത് കൈപ്പറ്റുന്നത് അജയൻ എന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള അജയനല്ല, സജീവൻ എന്ന പേരുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്ന BJP-കാരനായ ഒരാളാണ്. ഈ വ്യക്തി, ഈ സജീവൻ തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് എന്ന് പറഞ്ഞ് ശ്രീജിത്തിനോടും ഭാര്യയോടും സംസാരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പണം സജീവനിലേക്ക് കൈമാറുന്നത്. ആ പണമാണ് പ്രമോദിന് സജീവൻ വഴി കിട്ടിയിട്ടുള്ളത്. പ്രമോദ് നേരിട്ട് ഒരു പൈസയും വാങ്ങിയിട്ടില്ല, ഞാൻ പ്രമോദിന് പൈസ കൊടുത്തിട്ടില്ല എന്ന് ശ്രീജിത്ത് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ശ്രീജിത്തിന് പൈസ കൊടുത്തിട്ടില്ല എന്നേ താൻ പ്രമോദിന് പൈസ കൊടുത്തിട്ടില്ല എന്നേ ശ്രീജിത്ത് പറഞ്ഞിട്ടുള്ളൂ. താൻ ഭാര്യയുടെ ജോലി ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലുമായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല എന്നോ അതിനുവേണ്ടി 1 രൂപ പോലും കോഴയായി നൽകിയിട്ടില്ല എന്നോ ശ്രീജിത്ത് ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ മുമ്പിലുണ്ട്. പറഞ്ഞിട്ടുള്ള ഇതാണ്, ഞാൻ പ്രമോദിന് ഒരു പൈസയും കൊടുത്തിട്ടില്ല, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇതാണ് ശ്രീജിത്ത് പറഞ്ഞത്. ഈ CPM-ന്റെ മുമ്പിൽ ഉണ്ടായിരുന്നതും അതാണ്. അങ്ങനെയാണ് 13-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച CPM ഈ പ്രമോദ് എന്ന് പറഞ്ഞ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗത്തെ നടപടിയെടുത്ത് പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അതാണ് കാരണം. അത് പാർട്ടി ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കണം എന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നതെങ്കിൽ ഒരു പാർട്ടിയും ഇപ്പൊ പറഞ്ഞ ചാത്തുണ്ണിമാസയുടെ കാര്യത്തിലടക്കം പിന്നെ എന്തായിരുന്നു അന്നത്തെ നടപടി എന്നുള്ളത് ഇപ്പോഴും ലിജേഷ് ഒന്ന് പറയാമെങ്കിൽ പറയൂ. അതാണ് ഈ PSC കോഴ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ താങ്കൾ പറഞ്ഞു PSC നിയമനത്തിനല്ല, PSC വേറെ ജോലിക്കുള്ളതാണ്, ആയുഷ് വിഭാഗത്തിൽ ജോലിക്ക് വേണ്ടിയുള്ളതാണെന്ന്. പാർട്ടിക്ക് ഇതുപോലും പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പൊതുസമൂഹം ചിന്തിക്കുമ്പോൾ പൊതുസമൂഹത്തെ കുറ്റപ്പെടുത്തരുത്. ഈ പാർട്ടി ഇങ്ങനെയാണ് എന്ന് വീണ്ടും വീണ്ടും എന്തിനാണ് വിളിച്ചു പറയുന്നത്? എന്തുകൊണ്ടാണ് നടപടി ഇന്നതാണ്, ഇന്ന കാരണമാണ് വന്നത്? ഇപ്പോൾ വീണ്ടും സംശയിക്കുകയാണല്ലോ ഇതിൽ ഭൂമി ഇടപാടിൻ്റെ എന്തെങ്കിലും കാര്യമാണോ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ സംശയ മുനയിൽ പാർട്ടിയെ നിർത്തുന്നത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് പിന്നെ പറയുകയാണ് അത് മാധ്യമങ്ങളും മറ്റു പാർട്ടിക്കാരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വാർത്താക്കുറിപ്പ് അങ്ങനെ പറയുമ്പോൾ തിരിച്ചു ചോദിക്കുവാനും ഞങ്ങൾക്ക് അധികാരമുണ്ട്. എന്നാൽ പറയൂ, എന്താണ് സംഭവിച്ചതെന്ന്. അതിട്ട് പറയുന്നുമില്ല. അല്ല, നിങ്ങൾ ചോദിക്കരുത് എന്നാലും പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ വാർത്താക്കുറിപ്പിൽ ഇന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടേതായി നൽകിയ പിന്നെ സ്റ്റേറ്റ്മെന്റിൽ അവസാനത്തെ ലൈൻ ഒന്ന് നോക്കണം. പിന്നെ അവസാനത്തെ വാചകം ഒന്ന് നോക്കണം മഞ്ജുഷ്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി സഹകർക്കെതിരെ സ്വീകരിക്കേണ്ടി വരുന്ന അച്ചടക്ക നടപടികൾ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ്. അതാണ് പാർട്ടിയെ സംബന്ധിച്ച് പറയാവുന്നതിന്റെ പരമാവധി പരിധി. പാർട്ടിയുടെ തിരുത്തലാണോ അതോ ഈ പാർട്ടി നേതാവിനെ തിരുത്തിയതാണോ പാർട്ടി? അതും മനസ്സിലായില്ല. അല്ല, ജില്ലാ സെക്രട്ടറിയുടെ അല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് മഞ്ജുഷ്? അതെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അതായത് ഇതുവരെ പാർട്ടിക്കുണ്ടായ തെറ്റുകൾ അത് തിരുത്തിയെന്നാണോ, ഈ പാർട്ടി നേതാവിനെ തിരുത്തിയതാണോ എന്നുള്ള സംശയം എനിക്കുണ്ട് കേട്ടോ. ഈ പാർട്ടിയുടെ ഈ ആലങ്കാരികമായ പദപ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ല, ഇത് ലളിതമല്ലേ? അതിൻ്റെ അകത്ത് ഗഹനമായ കാര്യങ്ങളൊന്നുമില്ലല്ലോ, ക്ലിഷ്ടതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അത് തിരുത്തൽ പ്രക്രിയയുടെ കൂടി ഭാഗമാണ് എന്നാണ് ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരും ഒപ്പമുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അത്. അപ്പൊ അത് ആ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് അവർക്ക് പറയാൻ കഴിയുന്ന മാക്സിമം ഇതാണ് എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനുശേഷം പ്രമോദ് കോട്ടൂളി എന്ന പാർട്ടി നേതാവ് പറയുന്നത് പാർട്ടി എന്നോട് ഇതുവരെ കാരണമൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെ പാർട്ടിയെ വെല്ലുവിളിച്ച് ഇങ്ങനെ ആ വഴി ഈ വഴി നടക്കുകയാണ് പ്രമോദ് കോട്ടൂളി. ഞാൻ താങ്കളിലേക്ക് വരും. ശ്രീജിത്ത് പണിക്കർ, ഈ വാർത്താക്കുറിപ്പ് വായിച്ചു നോക്കിയിട്ട് താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? അല്ല, എനിക്കതിൽ മനസ്സിലായത് അവസാനം ശ്രീ ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഈ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ് എന്ന് പറയുന്നു. ഈ തിരുത്തൽ എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാം? CPM-നെ സംബന്ധിച്ചിടത്തോളം തിരുത്തൽ എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി സ്വീകരിച്ചു വരുന്നു, ആ നടപടി തെറ്റാണ് എന്നുള്ള ബോധ്യമുണ്ടാകുന്ന സമയത്താണ് അവർ തിരുത്തൽ കൊണ്ടുവരുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നടാടെയാണ് പ്രമോദ് കോട്ടൂളിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പാർട്ടി കേൾക്കുന്നത് എങ്കിൽ പാർട്ടി അതിന് നടപടിയെടുക്കുക എന്നാണ് പറയുന്നത്. ഒരു വിഷയമുണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട പരാതി പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു, അതോടുകൂടി പാർട്ടി ആ വിഷയത്തിൽ നടപടിയെടുത്ത് ഈ ആളിനെ പുറത്താക്കുന്നു. നേരെ മറിച്ച് ഇതൊരു തിരുത്തൽ പ്രക്രിയയാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം, പാർട്ടിക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാമായിരുന്നുവെന്നും അറിഞ്ഞിട്ടും പാർട്ടി ഇതുവരെ നടപടിയൊന്നും എടുത്തില്ല എന്നും അത് തെറ്റാണ് എന്ന് ബോധ്യമായ സമയത്ത് ഒരു തിരുത്തൽ നടപടിയെടുത്തു എന്ന് മാത്രമേ തോന്നുകയുള്ളൂ. കാരണം പാർട്ടിയുടെ കൺവെൻഷണൽ ലൈനിൽ തിരുത്തൽ എന്ന് പറയുന്നതിന് ആ രീതിയിലുള്ള ഒരു അർത്ഥമാണുള്ളത്. ഞാനിതിൽ മനസ്സിലാക്കുന്നത് ശ്രീ മഞ്ജുഷ്,
ഇവർ പറയുന്ന ലാംഗ്വേജ് നോക്കൂ. വലതുപക്ഷ മാധ്യമങ്ങൾ CPM വിരുദ്ധർ എന്നിവരെയൊക്കെ തന്നെയാണ് തുടർച്ചയായിട്ട് കുറ്റപ്പെടുത്തുന്നത്. അതൊരു ശൈലി മാറ്റമോ തിരുത്തലോ അല്ല. കാരണം പാർട്ടി ഏതൊക്കെ സമയത്ത് പ്രതിസന്ധിയിലായിട്ടുണ്ടോ ആ സമയത്തെല്ലാം തന്നെ അതെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള CPM ഇതര കക്ഷികളുടെയോ അല്ലെങ്കിൽ LDF ഇതര കക്ഷികളുടെയോ സൃഷ്ടിയാണ് എന്ന രീതിയിലത്തേക്ക് പറയാനാണ് എല്ലായ്പ്പോഴും പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് പാർട്ടിയുടെ ജില്ലാ ഘടകമാണെങ്കിലും അതിന് മുകളിലേക്കാണെങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു 2016 ശ്രീ പിണറായി വിജയൻ ആദ്യമായിട്ട് അധികാരത്തിൽ ഏറ്റത് മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്തിനകം ഈ 8 വർഷത്തിനിടെ എത്ര വിഷയങ്ങളിൽ പാർട്ടിക്ക് ജനുവിനായിട്ട് തെറ്റുപറ്റി എന്ന രീതിയിലത്തേക്ക് പാർട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ അവരെടുത്തിരുന്ന തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഈ ഒരു ലൈനും ഈ പറയുന്ന പ്രസ്താവനകളും തന്നെയാണ്. ഇതുവരെ മാധ്യമങ്ങളെന്നായിരുന്നെങ്കിൽ അടുത്ത കാലത്തായിട്ട് എല്ലാവരെയും വലതുപക്ഷത്തേക്ക് ചേർത്തുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയാൻ തുടങ്ങി. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കാതലായ പ്രശ്നം CPM ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ഞാൻ നോക്കുന്നത്. ബാക്കി പ്രശ്നങ്ങളോ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ വിഷയമല്ല. ഏതോ ഒരുത്തൻ PSC അംഗത്വത്തിനായി പണം കൊടുത്തു, ഏതോ ഒരുത്തൻ വാങ്ങി, അവനുള്ള പ്രതിഷേധം ഇതെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുകയാണ് എന്ന രീതിയിലാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്നാണെങ്കിലും നിലവിൽ ഈ വിഷയത്തിനെ പറ്റി അറിയുന്നത്. ഞാൻ പറയുന്നത് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പാർട്ടിയുടെ ഉള്ളിലുള്ള ഒരു പ്രശ്നമോ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഈ നമ്മൾ പറയുന്ന പോലെ ഒരു വസ്തു കച്ചവടത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പ് കാണിച്ചു എന്നുള്ളതൊക്കെ തന്നെ പാർട്ടിയുടെ ഇന്റേണൽ വിഷയമാണ്. നേരെ മറിച്ച് PSC അംഗത്വത്തിന് കോഴ വാങ്ങുകയായിരുന്നോ, ഇത് പൊതു താല്പര്യമുള്ള ഒരു വിഷയമാണ്. അത് കോൺഗ്രസിന്റെ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കൂടി താല്പര്യത്തിലുള്ള ഒരു വിഷയമാണ്. കാരണം ആ വിഷയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇന്റഗ്രിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള വാർത്തയാണ്. അപ്പോൾ അതൊരു തൊഴിലിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിലൊരു അംഗത്വത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ കോഴ ചോദിച്ചോ, കോഴ കൊടുത്തോ, കോഴ കൊടുക്കാനുള്ള സാധ്യത എന്തായിരുന്നു, സാഹചര്യം എന്തായിരുന്നു, സാധാരണ ഒരു ജില്ലാ നേതാവിന് ആരെങ്കിലും 20 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാകുമോ, അപ്പോൾ ഇയാൾക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലും രീതിയിൽ അയാൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പൊതുസമൂഹത്തിന്റെ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ വസ്തുക്കച്ചവടം എന്നുള്ളതല്ല, നേരെ മറിച്ച് ഉയർന്നിരിക്കുന്ന ആരോപണം, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആരോപണം എന്താണ് എന്നതിനെപ്പറ്റി ഒരു പൊതു താല്പര്യം അവിടെ നിലനിൽക്കുന്ന സമയത്ത് ആ കാര്യത്തിനെക്കുറിച്ച് പാർട്ടിക്ക് ഒന്നും പറയാനില്ല. അത് ശ്രീ P. മോഹനൻ കഴിഞ്ഞ ദിവസം ഈ പ്രമോദിനെതിരെ നടപടിയെടുത്തിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി പറയുന്നില്ല. പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുഴുവൻ പേജ് പ്രസ്താവന എഴുതി കൊടുക്കുന്ന സമയത്ത് അതിലത് പറയുന്നില്ല. അപ്പോൾ പത്രക്കുറിപ്പാണെങ്കിലും പ്രസ്താവനയാണെങ്കിലും എല്ലാം തന്നെ മാധ്യമങ്ങളോടും മറ്റുള്ള ആൾക്കാരോടുമുള്ള വെല്ലുവിളിയാണ്. ഇതിലെ ഭാഷ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെറുത്ത് പരാജയപ്പെടുത്തും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇതിന്റെ ഈ 3ാമത്തെ പാരഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രസ്താവന എന്തിനാണ് ഇറക്കിയത് എന്നതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്. ശ്രീ എളമരം കരീം, ശ്രീ മുഹമ്മദ് റിയാസ് എന്നുള്ള ആൾക്കാരോടുള്ള ലോയൽറ്റി ആ കുറിപ്പിൽ മുഴച്ചു നിൽക്കുന്നത് ഈ 3ാമത്തെ പാരഗ്രാഫിലാണ്. അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുന്നു എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിന്റെ പിന്നിലുള്ള ദുഷ്ടലാക്ക് ജനങ്ങൾ തിരിച്ചറിയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ CPM ഓഫീസുകളിൽ ചോദിച്ചിട്ട് മാത്രം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു MayBe കൈരളി അല്ലെങ്കിൽ ദേശാഭിമാനിയൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ജനയുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. മറ്റുള്ള ഞാൻ കാണുന്ന അല്ലെങ്കിൽ സാമാന്യ അർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ വായിക്കുന്ന എല്ലാ പത്രമാധ്യമങ്ങളിലും ആൾക്കാർ കാണുന്ന എല്ലാ ടെലിവിഷൻ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ എല്ലാവരും നിങ്ങൾ വലതുപക്ഷത്തേക്ക് മാറ്റിയോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-ൽ നിന്നെങ്കിലും ആൾക്കാർ അറിയാനായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്ത് തെറ്റാണ് ഈ പുറത്താക്കപ്പെട്ട സഖാവ് പ്രമോദ് കോട്ടൂളി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെപ്പറ്റി പറയുന്നില്ല. പാർട്ടിയിൽ നിന്ന് ആദ്യത്തെ മാത്രയിൽ അദ്ദേഹം പുറത്താക്കപ്പെടാനായിട്ടുള്ള പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടാൻ മതിയായ രീതിയിലുള്ള ഗൗരവ സ്വഭാവം അദ്ദേഹത്തിന്റെ മേലുള്ള കുറ്റത്തിന് എങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റി പാർട്ടി പറയുന്നില്ല. പകരം മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമായതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പോകുന്നു. അതിനു വേണ്ടിയിട്ട് പതിവ് CPM ധാർഷ്ട്യം യാതൊരു വിധത്തിലുള്ള തിരുത്തലോ ശൈലീമാറ്റവും ഇല്ലാതെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ ന്യായീകരണം എന്ന് പറയുന്നത് പാർട്ടി ഇങ്ങനെയാണെന്നാണ്. മുൻപ് നടപടി എടുക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളെ പാർട്ടി പറയാവുള്ളൂ, അത് വിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാറില്ല എന്ന്. അതെന്ത് ന്യായമാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇവിടെ ഈ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശ്രയിക്കുന്ന PSC, വിശ്വാസ്യതയോടെ നോക്കുന്ന ഒരു സ്ഥാപനം, അതിൻ്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ അതിന്മേലാണ് ഈ നടപടി ഉണ്ടായത് എന്ന് വിശദീകരിക്കേണ്ടത് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണല്ലോ. ഇനി ഭൂമി കച്ചവടമാണ് പ്രശ്നമെങ്കിൽ അത് പറയൂ, അതും പറയുന്നില്ല. ശ്രീ മഞ്ജുഷ്, ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. ഇതിൽ പറയുന്ന ഒരു കാര്യം നോക്കൂ. പാർട്ടിക്കെതിരായിട്ടുള്ള നീക്കങ്ങളെ മുൻകാലത്തേതുപോലെ തന്നെ ജനങ്ങൾ പരാജയപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ പരാജയപ്പെടുത്തുന്നത് എവിടെയാണ്?
മുൻകാലത്തേതുപോലെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതെല്ലാം പരാജയപ്പെടുത്തുമെന്നായിരിക്കും. കാരണം CPM-ന്റെ വക്താക്കൾ എല്ലാവരും തന്നെ പിന്നീട് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ആരോപണത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളോട് പറയുന്നത്, നോക്കൂ, ഞങ്ങൾക്ക് 99 സീറ്റ് കിട്ടി, ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളഞ്ഞു എന്നാണ്. ഞാൻ പറയുന്നത്, ഈ ജനങ്ങൾ ഇതിനെയൊക്കെ പരാജയപ്പെടുത്തണമെങ്കിൽ ചുരുങ്ങിയത് ഈ വിഷയത്തിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയണ്ടേ? അപ്പോൾ ഇത് വസ്തുക്കച്ചവടമായിരുന്നോ, അത് PSC അംഗത്വവുമായിട്ട് ബന്ധപ്പെട്ട കോഴയായിരുന്നോ, ഇനി ഏതെങ്കിലും ആരോഗ്യ വകുപ്പിലോ മറ്റോ ഉള്ള ജോലിയുമായി ബന്ധപ്പെട്ട കോഴയായിരുന്നോ? ഈ കാര്യത്തിനെ പറ്റി നിങ്ങൾ പറയാതെ ജനങ്ങൾ എന്ത് ചെയ്യും? കവടി നിരത്തിയതിനു ശേഷം ജനങ്ങൾ ഇങ്ങനെ കരുതണോ? അല്ലാതെ എന്തുമായിക്കോട്ടെ, ഞങ്ങൾ എന്തായാലും മുൻകാലത്തേതുപോലെ തന്നെ പരാജയപ്പെടുത്തും എന്ന രീതിയിലാണോ? പിന്നെ ജനങ്ങൾക്ക് വട്ടല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. എല്ലാ കാര്യത്തിനും യാതൊരു വിധത്തിലുള്ള വിശദീകരണവും പാർട്ടിയുടെ ഭാഗത്ത് നിന്നില്ലെങ്കിലും പോയിട്ട് അങ്ങ് പരാജയപ്പെടുത്താൻ. ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇതിൽ ഈ പ്രമോദ് കോട്ടുള്ളിയെ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പ്രമോദ് കോട്ടുള്ളിക്കെതിരെ നടപടി എടുത്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്, അതിൽ പ്രമോദ് കോട്ടുള്ളി ഉണ്ട്. ഈ നടപടി നേരിട്ടയാൾ സ്വാഭാവികമായിട്ടും പ്രതിരോധവുമായി വരും. പക്ഷേ പാർട്ടിയിൽ അത് വളരെ അപൂർവമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ സംഭവിച്ച ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ആ നിമിഷം തന്നെ പ്രമോദ് കോട്ടുള്ളി പ്രതിഷേധവുമായി വരുന്നു, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നത്. അവിടെ സ്വാഭാവികമായിട്ടും പാർട്ടി ചിന്തിക്കുന്നത് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നവരും അതുപോലെ തന്നെ ഈ വലതുപക്ഷ പാർട്ടികളും അവർ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ പ്രമോദ് കോട്ടുള്ളി പറയുന്ന കാര്യവും സമൂഹം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള മറുപടി അതേ രീതിയിൽ നൽകേണ്ടത് പാർട്ടിയാണ്. അതിനാണ് എളുപ്പവഴി എന്ന് പറയുന്നത്. എന്തിനായിരുന്നു ഈ നടപടി? എന്താണ് ഇയാൾ ചെയ്ത കുറ്റം? അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയെ വിശ്വസിക്കുകയുള്ളൂ. അത് പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഒളിച്ചു വെക്കുക എന്നുള്ളതാണ് അതിന് പിന്നിലെ അജണ്ട. മഞ്ജുഷ്, ഇതിൽ ഒരു കാര്യം നോക്കൂ. ഇതിൻ്റെ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ. നുണപ്രചരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമമാണ് മാധ്യമങ്ങളും പാർട്ടി ശത്രുക്കളും നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നുണപ്രചരണം എന്താണ്? പ്രചരിപ്പിക്കപ്പെട്ട നുണ അത് PSC അംഗത്വവുമായി ബന്ധപ്പെട്ടതോ ജോലിയുമായി ബന്ധപ്പെട്ടതോ കോഴ ഓഫർ ചെയ്തു എന്നുള്ളതാണ് നുണയെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ P. മോഹനൻ അത് പറയാത്തത്? ശരി, ശ്രീ എം ജയചന്ദ്രൻ മറുപടി. താങ്കൾ അത്രയെങ്കിലും പറഞ്ഞു ശ്രീ എം ജയചന്ദ്രൻ, പക്ഷേ അത് പാർട്ടിയിൽ നിന്ന് കേൾക്കണം, എന്നാലല്ലേ അതിന് കൂടുതൽ ആധികാരികത വരികയുള്ളൂ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയായി ധരിപ്പിക്കാൻ CPM ശ്രമിച്ചാൽ ഈ പ്രശ്നം. ശരി, ശ്രീ എം ജയചന്ദ്രൻ, അത്രയേ ഉള്ളൂ. ന്യായമായ ചോദ്യമാണല്ലോ ശ്രീ എം ജയചന്ദ്രൻ. അല്ല, ഇതിൻ്റെ അകത്ത് CPM-ന് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോ ശ്രീജിത് പണിക്കർ പറഞ്ഞതുപോലെ അവസാന വാചകത്തിലെ ഒരു കാര്യം മാത്രം അടർത്തി മാറ്റി പറയേണ്ടതില്ലല്ലോ. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി സഹകർക്കെതിരെ സ്വീകരിക്കേണ്ടി വരുന്ന അച്ചടക്ക നടപടി എന്ന് തന്നെയാണ് ആ ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. അത് തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം കൂടിയാണ്. പാർട്ടി സഹകർക്കെതിരെ സ്വീകരിക്കേണ്ടി വരുന്ന അച്ചടക്ക നടപടിയാണ് തിരുത്തൽ പ്രക്രിയയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ ചോദിക്കുന്നത്, ശ്രീജിത്ത് ചോദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് വ്യാജ പ്രചരണം അല്ലെങ്കിൽ കുപ്രചരണം അല്ലെങ്കിൽ തെറ്റായ പ്രചരണം എന്തായാലും അതാണെങ്കിൽ, ആ പ്രചരണം വ്യാജമാണെങ്കിൽ, തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടാ എന്തായിരുന്നു പ്രചരണം എന്നുള്ളത്? അത് ആ പാർട്ടിയുടെ പിന്നെ ആഭ്യന്തര കാര്യമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം അത് കേഡർ പാർട്ടി എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും സംഘടന കെട്ടിപ്പടുക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. അവർക്ക് അവരുടേതായ നിയതമായ ചട്ടക്കൂടുകളുണ്ട്. ജനാധിപത്യവൽക്കരിക്കപ്പെട്ട കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ കേഡർവൽക്കരിക്കപ്പെട്ട CPIM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായ രീതിയും നടപടിക്രമങ്ങളും ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് പിന്നെ ഈ നടപടി എടുക്കുന്നതിന് മുമ്പ് ആരോപണ വിധേയനിൽ നിന്ന് പിന്നെ മറുപടി വാങ്ങുന്നതും മറുപടി കൊടുക്കുന്നതും ഒക്കെ. പക്ഷേ എനിക്കെതിരെ എന്തിനാണ് നടപടി എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പ്രമോദ് പറയുന്നത്. അതേ പ്രമോദ് തന്നെയാണ് പറഞ്ഞത്, ഞാൻ എല്ലാ തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെയും സമീപിക്കുകയാണ്. എന്തിനാണ് ഞാൻ എവിടുന്നാണ് പൈസ വാങ്ങിച്ചതെന്ന് ശ്രീജിത്ത് പറയണം എന്ന് പറഞ്ഞാണല്ലോ സത്യാഗ്രഹത്തിന് പോയത്. അമ്മയും മകനും ഉൾപ്പെടെ പിന്നെ ഇയാൾ പ്രമോദ് കോട്ടുള്ളി പോയത്. അത് കഴിഞ്ഞ് അത് നിർത്തി സാങ്കേതികമായ കാരണങ്ങളൊക്കെ പറഞ്ഞ്. പിന്നീട് പറയുന്നത് പോലീസുമായി ബന്ധപ്പെട്ട ആർക്കെതിരെയാണ് പരാതി കൊടുക്കുക എന്നുള്ളത് സംബന്ധിച്ച് അഭിഭാഷകരെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല അത്രേ. അതുകൊണ്ടാണ് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. ഇത് വെളിയിൽ നിന്ന് ആരും വന്ന് നിങ്ങളെ ദ്രോഹിക്കാൻ വന്നിരിക്കുന്നതല്ല. ഇത് നിങ്ങളുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്, അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഈ പരാതി വന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന്, പരാതി ലീക്ക് ചെയ്ത് പാർട്ടിക്കുള്ളിൽ നിന്ന്, ഇതെല്ലാം സംഭവിച്ചത് പാർട്ടിക്കുള്ളിലാണ്. ഈ ഇടപാടുകളെല്ലാം നടന്നത് പാർട്ടിക്കുള്ളിലാണ്. എന്നിട്ട് പറയുകയാണ് പാർട്ടിക്ക് വെളിയിലുള്ളവർ ഇപ്പോൾ കുപ്രചാരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ പറയണം എന്താണ് കുപ്രചാരണം, എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറയണം. അത് പറയുന്നില്ല. എന്താണെന്നുള്ള ഈ ചർച്ചയിൽ ഇതിനകം തന്നെ ഇങ്ങനെ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ആ കുപ്രചാരണം എന്താണെന്നുള്ളത് കൂടുതൽ ഇത് കാണുന്ന ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യാതെ പറ്റില്ലല്ലോ ഈ വിഷയം.
അല്ല, ചർച്ച ചെയ്യാതെ പറ്റില്ല എന്ന് ഓക്കെ സമ്മതിച്ചെന്നേ. ഞാൻ പറയുന്നത് മഞ്ജുഷ്, ഞാനൊന്ന് പറയട്ടെ. അതായത് ഇതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പിന്നെ ഈ പ്രശ്നം PSC അംഗത്വം, അതിനുവേണ്ടി കോഴ എന്നുള്ളത് ആണ് CPM-ലെ ഈ പ്രശ്നത്തിന് ആധാരം എന്നായിരുന്നല്ലോ മാധ്യമങ്ങൾ നിരന്തരം ഒരാഴ്ചയോളം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ള നിലയിലേക്ക് അർത്ഥസമ്മതത്തോടെ ആണെങ്കിലും മാധ്യമങ്ങൾ കടന്നിട്ടുണ്ട്. പിന്നെ എന്നാൽ CPM-ന്റെ വിശദീകരണം ഇത് PSC കോഴയാണോ അല്ലെങ്കിൽ മറ്റേ ഈ ഞാൻ പറഞ്ഞ ആയുഷ് വകുപ്പിലെ ആയുഷ് മിഷനിലെ കോർഡിനേറ്ററുടെ പ്രശ്നമാണോ, ഇതൊക്കെയുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നിൽക്കുകയാണ്. അപ്പോൾ ഈ ആശയക്കുഴപ്പം പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, പാർട്ടി തന്നെയല്ലേ? CPM അല്ലേ ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറയട്ടെ ശ്രീജിത്ത്. ഇത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും നേതാക്കളെ, ചിലപ്പോൾ വ്യക്തിപരമായ നേതാക്കൾ പോലും അല്ലെങ്കിൽ മന്ത്രിമാർ പോലും, ഇപ്പോ ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഈ പിന്നെ മാധ്യമപ്രവർത്തകരെ ഇന്ത്യയിൽ ആദ്യമായി പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിച്ച ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു ഒന്നാം മോദി മന്ത്രിസഭയിൽ. അദ്ദേഹത്തിന്റെ പേര് ജനറൽ VK സിംഗ് എന്നാണ്. പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് വിളിച്ചത്. ഞാനതിന്റെ വാച്യാർത്ഥത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരോ മാധ്യമ സ്ഥാപനങ്ങളോ ഇന്ന് അവരെ ചോദിച്ചിട്ടുണ്ടോ മഞ്ജുഷേ? പിന്നെ അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു ഈ പ്രസ്താവന നടത്തുമ്പോൾ 2015 ഫെബ്രുവരിയിൽ മാർച്ചിൽ ഈ പ്രസ്താവന നടത്തുമ്പോൾ 2015 മാർച്ചിലാണ് പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന പ്രസ്താവന മേജർ ജനറൽ VK സിംഗിൻ്റെതായിട്ട്, മുൻ കരസേനാ മേധാവിയും കൂടിയാണല്ലോ അദ്ദേഹം, വരുന്നത്. എന്ത് ചെയ്തു? എന്തിനാണ് നിങ്ങൾ അങ്ങനെ വിളിച്ചത്? നരേന്ദ്രമോദി നിങ്ങളുടെ മന്ത്രി മറുപടി പറയുന്നില്ല, അതുകൊണ്ട് പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന് ഏതെങ്കിലും മീഡിയ ഹൗസോ ജേർണലിസ്റ്റുകളോ ചോദിച്ച ജേർണലിസ്റ്റുകളുണ്ട്, അത് വേറെ. അത് ആ ചർച്ച ഇവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പൊ അതുണ്ട്. അത്തരത്തിലുള്ള പിന്നെ ഈ പ്രസ്താവന നടത്തുന്നവരും അഭിപ്രായ രൂപീകരണത്തിന് അങ്ങനെ ശ്രമിക്കുന്നവരും ഒക്കെ ഉണ്ട്, രാജ്യത്തുണ്ട്. ഒരു മറുപടി ആകുന്നില്ല ശ്രീ M ജയചന്ദ്രൻ. ഇതിലൊന്നും CPM-ന് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ, ഈ ജനങ്ങൾ എന്തായാലും ഇക്കാര്യത്തിൽ ധരിച്ചിരിക്കുന്നത് CPM-ന് എന്തോ മറയ്ക്കാനുണ്ട്, അതുകൊണ്ടാണല്ലോ. എന്താണ് നടപടി? ഇയാൾ ചെയ്തിരിക്കുന്ന തെറ്റെന്താണ്? ഏത് വിഷയത്തിലാണ് നടപടി? സിമ്പിളായുള്ള കാര്യമാണ്, അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ശ്രീത്ത് മറുപടി, അതിനുശേഷം നിജേഷിലേക്ക് പോകണം. താങ്കൾക്ക് പോകാനുള്ളത് കൊണ്ടാണ്. അല്ലേ, നോക്കൂ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പാർട്ടി ഇവിടെ ചെയ്യുന്നത് എന്താണ്? ശ്രീ ജയചന്ദ്രൻ തന്നെ പറഞ്ഞു വരുന്ന സമയത്ത് ഇതിലൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട്. അർത്ഥസത്യത്തിലേക്ക് മാധ്യമങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, മാധ്യമങ്ങളെ ഇങ്ങനെ ഗസ് ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന, പൊതുജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കിയിട്ട് നിർത്തുന്ന ഈ വിഷയത്തിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ക്ലാരിഫിക്കേഷനും നൽകാതെ ആൾക്കാരെല്ലാവരും തന്നെ ഇങ്ങനെ ഗസ് ചെയ്യട്ടെ എന്ന് പറയാനായിട്ട് ഇത് കോൻ ബനേഗ ക്രോർപതിയിലെ ഏതെങ്കിലും റൗണ്ടൊന്നും അല്ലല്ലോ. ഇതൊരു പാർട്ടിയല്ലേ? ആ പാർട്ടിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ടത് ആരോടാണ്? പാർട്ടി പ്രവർത്തകരോടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടുണ്ട്. ഈ രണ്ടാൾക്കാരോടും വിശദീകരണം നൽകുന്നില്ല. എന്ത് കാരണത്താലാണ് കേരളം ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന, ഓവർനൈറ്റ് ഇങ്ങനെ പേര് കേൾപ്പിച്ചിരിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സമീപകാലത്തെ എൻ്റെ ഓർമ്മയിലില്ലാത്ത രീതിയിലത്തേക്കുള്ള പ്രതിഷേധത്തിനൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അയാൾ ഇങ്ങനെ പാർട്ടിക്കെതിരെ അഭിപ്രായം പറയുന്നു. കൃത്യമായിട്ട് ഉള്ള കാര്യം മനസ്സിലാക്കാതെയാണ് പാർട്ടി തനിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. പരസ്യമായിട്ട് കുത്തിയിരിപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് പോകുന്നു. പാർട്ടി തെറ്റായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. തൻ്റെ വിശദീകരണം അവിടെ കൃത്യമായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വ്യക്തിയെ, അയാൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റമുണ്ട് എങ്കിൽ ആ കുറ്റം മറച്ചു വെച്ചുകൊണ്ട് പരോക്ഷമായിട്ട് സംരക്ഷിച്ച് ഈ പറയുന്നത് പോലെ എന്താണ് ഹീറോയോ, എന്താണ് പറയുന്നത്, വീരപരിവേഷമോ, അതൊക്കെ നൽകാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് പാർട്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും വലതുപക്ഷ മാധ്യമമോ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധരായിട്ടുള്ള ആൾക്കാരോ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്നത് ഒരു വീരപുരുഷനാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞോ? ആ രീതിയിലത്തേക്ക് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ? ഇപ്പോൾ ഇവരുമായി താല്പര്യമില്ലാത്ത ഏതെങ്കിലും മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തോ? അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അയാൾക്ക് ആ രീതിയിലെടുത്തേക്കുള്ള ഒരു ഇമേജ് ഒരുപക്ഷെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് CPM-ന്റെ ഗസ്സാണ്. ഞാൻ പറയുന്നത്, അങ്ങനെ എന്തിനാണ് ഗസ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഒരാളിനെ ഓവർനൈറ്റ് ഹീറോ ആക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ആൾക്കാരെല്ലാവരും തന്നെ ഊഹിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്നത്? എന്തു വിഷയമായാലും ആ വിഷയം പറയുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി തയ്യാറാകണം. മുമ്പ് പല വിഷയങ്ങളിലും പാർട്ടി അതിന് തയ്യാറായിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഇത് സ്ട്രിക്ട്ലി പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന ഹഷ് ഹഷ് അഫെയർ എന്ന രീതിയിലത്തേക്കല്ലല്ലോ. പലപ്പോഴും പാർട്ടി ഇത് എന്തൊക്കെയാണ് നടപടിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ആ നടപടിയെടുത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് നടപടിയാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ വരിയിൽ
ഇയാൾ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ ഈ ആയുഷ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് ഒറ്റ വരിയിൽ എഴുതിയിരുന്നെങ്കിൽ ഈ ഒരു ഹോൾ പേജ് പ്രിന്റ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നോ? ഈ 3-4 പാരഗ്രാഫ് ടൈപ്പ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നോ? ആൾക്കാർക്ക് അറിയേണ്ടുന്ന വിവരം ഈ പറയുന്ന 4-5 പാരഗ്രാഫിൽ ഉണ്ടോ ശ്രീ ജയചന്ദ്രൻ? അതില്ല. അപ്പൊ അതിനുശേഷം പിന്നെ പാർട്ടി ഒരു സൈഡിൽ നിന്ന് വിലപിക്കുകയാണ്. നോക്കൂ, ആൾക്കാർക്ക് എന്താണ് നുണപ്രചരണത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ശരിയായി ധരിപ്പിക്കാൻ പാർട്ടിക്ക് തീരുമാനമുള്ളപ്പോൾ, പാർട്ടിക്ക് അയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്താണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളപ്പോൾ ഇതൊന്ന് പറഞ്ഞാൽ പോരെ? അയാളെ എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? അപ്പോൾ ഇയാളിപ്പോൾ പാർട്ടിയുടെ അംഗമല്ലല്ലോ. അപ്പോൾ പാർട്ടി തിരുത്തലിന്റെ ഭാഗമായിട്ട് അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നതാണ് അയാൾ കുറ്റം ചെയ്തിരിക്കുന്നത്. ആ കുറ്റം എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിയുടെ എന്താണ് സൽപ്പേര് ചീത്തയാക്കി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇയാൾ ചെയ്തിരിക്കുന്നു, അനഭിമതനായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ഭാഗം ക്ലിയർ ആണ്. പക്ഷെ അതിനപ്പുറത്തേക്കോ ഒരുപക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കൂടുതൽ വെട്ടിലാകുമെന്നോ സർക്കാർ കൂടുതൽ വെട്ടിലാകുമെന്നോ ആൾക്കാർക്ക് സംശയമുണ്ടാകും. അതല്ലെങ്കിൽ പിന്നെ ഈ തെറ്റിദ്ധാരണ കൊണ്ട് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണല്ലോ ഇതിൽ പറയുന്നത്. അപ്പൊ തെറ്റിദ്ധാരണ നിലനിൽക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് CPM തന്നെ പറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത്, എന്താണ് ഇയാൾ ചെയ്തിരിക്കുന്ന പ്രശ്നമെന്ന് ഒറ്റ വരിയിൽ ഒന്നുകിൽ ഒരു പ്രസ്താവന, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡയറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് പറഞ്ഞിരുന്നുവെങ്കിൽ ആ സമയത്ത് തന്നെ തീരാമായിരുന്ന ഒരു വിഷയത്തിനെ ഈ രീതിയിലത്തേക്ക് മാറ്റുകയും ഈ ആളിന് ഒരു വീരപരിവേഷം നൽകുകയും ചെയ്തിരിക്കുന്നത് CPM ആണ് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസത്തേതിനേക്കാൾ അഡീഷണൽ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ ഇറക്കിയിരിക്കുന്ന ഈ ഒരു കുറിപ്പിന്റെ, ഞാൻ പറഞ്ഞില്ലേ 3-ാമത്തെയോ 4-ാമത്തെയോ പാരഗ്രാഫിൽ അവർ പറഞ്ഞിരിക്കുന്ന സഖാവ് കരീം, സഖാവ് റിയാസ്, ഈ 2 ആൾക്കാരോടുള്ള ലോയൽറ്റി മാത്രമാണ് ഇതിൽ മുഴച്ചു നിൽക്കുന്നത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പർപ്പസും ഈ ഒരു പ്രസിദ്ധീകരണത്തിന് നൽകിയിരിക്കുന്ന കുറിപ്പ് സെർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മഞ്ജുഷ്. ശരി ശ്രീ പണിക്കർ. ശരി ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ താങ്കൾ ആദ്യം ഈ കോഴിക്കോട് ഒരു കോക്കസ് ഉണ്ട്, അതൊരു ബിസിനസ് കോക്കസ് ആണ് CPM-ന്റെ എന്നതിന് കുറേയേറെ ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ അതിന് തെളിവില്ലാത്ത കുറേ രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന രീതിയിൽ ജയേന്ദ്രൻ സാർ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അങ്ങനെ തെളിവുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കണം, അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടല്ലോ എന്നാണ്. അതായത് CPM പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ റിയാസിനെയും എളമരം കരീമിനെയും ഒക്കെ അതിലേക്ക് വലിച്ചിഴയ്ക്കുവാനുള്ള ശ്രമങ്ങൾ എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഞാൻ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണങ്ങൾക്ക് കഴമ്പില്ല എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. 2010 സാക്ഷാൽ VS അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത്, എളമരം കരീം വ്യവസായ മന്ത്രിയായിരുന്ന കാലത്താണ് കിനാലൂരിൽ മലേഷ്യൻ കമ്പനിക്ക് വേണ്ടി ഉപഗ്രഹ നഗരം സ്ഥാപിക്കാൻ വേണ്ടി ഒരു പദ്ധതി, ഇല്ലാത്ത പദ്ധതിയുടെ പേരിൽ റോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അവിടെയുള്ള ജനം അതിനെ എതിർക്കുകയും, ഞാൻ ആ സമരസമിതിയുടെ കൺവീനറാണ്, പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റ് ഒരുപാട് കാലം കേസും കേട്ട് നടന്ന ആളാണ്. സാക്ഷാൽ VS അച്യുതാനന്ദനാണ് അതിനെ തിരസ്കരിച്ച് നിർത്തിയത്, ഞാനല്ല. VS അച്യുതാനന്ദനാണ് അതിനെ തള്ളി പറഞ്ഞത്. 1. 2, ചക്കിട്ടപ്പാറയിൽ ഖനനത്തിന് അങ്ങ് ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് ചക്കിട്ടപ്പാറയിലെ ഭൂമി ഇരുമ്പയർ ഖനനത്തിന് കൊടുക്കാൻ വേണ്ടി കരാറാക്കിയപ്പോൾ അവിടുത്തെ ജനകീയ സമരമാണ് അതിനെ ഇല്ലാതാക്കിയത്. അതിനെയും തള്ളി പറഞ്ഞത്. കരിമ്പട്ടികയിൽപ്പെട്ട ആളുകളെ എന്റെ മന്ത്രിസഭയിലെ ആളുകൾ ബന്ധമുണ്ടെങ്കിൽ ഞാനതിനെ തള്ളിപ്പറയും, അത് നടക്കില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ VS അച്യുതാനന്ദനാണ്. കോൺട്രസ്റ്റ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ നേതൃത്വമാണ് ആ ഭൂമി ഏറ്റെടുക്കാനും അത് പഞ്ചനക്ഷത്ര ഹോട്ടലാക്കാനും ശ്രമിച്ചത്. അതിനെയും തടഞ്ഞു നിർത്തിയത് ജനകീയ സമരമാണ്. 3. 4ാമത് പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ കോംപ്ലക്സ് ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ ഫറൂഖിൽ, ചെറുവണ്ടൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എളമരം കരീമിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റീൽ കോംപ്ലക്സ് ഞങ്ങൾ തുറന്നു എന്നായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച, ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഛത്തീസ്ഗഡ് കമ്പനി വന്നിട്ട് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത എല്ലാ കടലാസും വളരെ മുമ്പേ തന്നെ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ആരോപണം. 5ാമത്തെ, ഇനി ഞാൻ പറഞ്ഞ 4 ആരോപണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി 5ാമത്തെ ആരോപണങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. കോഴിക്കോട്ടെ ബ്ലൂമിംഗ് കാലിക്കറ്റ് എന്ന ശ്രീ M. ഭാസ്കരൻ മേയർ ആയിരുന്ന കാലത്ത് തുടങ്ങിയ പദ്ധതിയിൽ അന്ന് പ്രത്യേകിച്ചൊന്നും നടന്നില്ല, കുറച്ച് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി നടന്നതാണ്. പക്ഷേ അന്ന് മുതലാണ് കോഴിക്കോട് കോർപ്പറേഷനകത്തേക്ക് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ചില ആളുകൾ ബിസിനസ്സുമായി ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് ഇടതുപക്ഷ CPM-ന്റെ ആളുകൾ പുറത്തിറങ്ങുന്ന നടക്കുന്ന ഒരു ജീവിത ശൈലി പ്രിയപ്പെട്ട മിസ്റ്റർ ജയചന്ദ്രന് പഠിക്കാം, വന്നു നോക്കാം, മനസ്സിലാക്കാം. സോളസ് ആരുടേതാണ് എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ, നാദാപുരത്തുള്ള ഒരാൾക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏത് സമയത്തും ഇറക്കാം. ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒത്തുതീർപ്പിന് ഇറങ്ങിയിരിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒന്നല്ല, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരാണ് എന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ്. എവിടെ എത്തി പാർട്ടി? ഞാൻ ആ ചോദ്യം മാത്രമാണ് ചോദിച്ചത്. ശ്രീ ജയചന്ദ്രനോട് എനിക്കുള്ള അഭ്യർത്ഥന, നിങ്ങൾ എന്നോട് പറഞ്ഞ നിയമപ്രകാരമുള്ള കേസ് അല്ലെങ്കിൽ ഞങ്ങൾ ജനകീയ സമരങ്ങളിലൂടെ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്
ചോദിക്കുന്നു. കോഴിക്കോട് കോട്ടുളി തന്നെയാണ്, ഇതേ പറഞ്ഞ കോട്ടുളി പൊറ്റമ്മലിലാണ് വിജിലൻസിന്റെ ഓഫീസ് ഉള്ളത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ BJPയുടെ നേതാവ് സജീവനാണ് ഈ പൈസ വാങ്ങിയത്. അതിന്റെ കമ്മീഷൻ പറ്റിയത് മാത്രമാണ് CITUവിന്റെ ജില്ലാ സെക്രട്ടറി അതിന്റെ പേരിലാണ് പുറത്താക്കിയതെങ്കിൽ നിങ്ങൾ വിജിലൻസിൽ ഈ BJP നേതാവിനെതിരെ ഒരു പരാതി നിങ്ങൾ കോഴിക്കോട്ടെ പിണറായി വിജയന്റെ കീഴിലുള്ള വിജിലൻസിന് കൊടുക്കാൻ മിസ്റ്റർ ജയചന്ദ്രൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ പിന്നെ 2-3 ആരോപണങ്ങൾ കൂടി പറഞ്ഞത് ജയചന്ദ്രന്റെ മാധ്യമ പ്രവർത്തകനായ ഇടതുപക്ഷ സഹയാത്രികനായ ശ്രീ ജയചന്ദ്രന്റെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട്ട് പാളയം പൈതൃക സ്വത്താണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. 5 ഏക്കർ സ്ഥലത്ത് നീണ്ടുകിടക്കുന്ന ഉറങ്ങാത്ത സ്ഥലമാണ് കോഴിക്കോട്ടെ പാളയം. രാത്രിയും പകലും ഉറങ്ങാത്ത 10,000-ലധികം ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലെടുക്കുന്ന പ്രദേശമാണ്. ഇന്നവിടെ വലിയ ജനകീയ സമരമാണ്. ഇതേ പ്രമോദ് കോട്ടൂളി സെക്രട്ടറിയായ CITUവിന്റെ അംഗങ്ങൾ പോലും നിരന്തരമായി മറ്റ് യൂണിയനുകളിലേക്ക് മാറി കോഴിക്കോട് കോർപ്പറേഷനെതിരെ സമരമാണ്. 5 ഏക്കർ സ്ഥലത്തു നിന്ന് 2 ഏക്കർ സ്ഥലത്ത് കല്ലുത്താൻ കടവിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിലെ അഴിമതിക്കെതിരെയുള്ള സമരമാണ്. നിങ്ങൾക്ക് വരാം, പരിശോധിക്കാം. കോഴിക്കോട്ടെ തൊഴിലാളികൾക്ക് വേണ്ടി, കോഴിക്കോട്ടെ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി, കോഴിക്കോട്ടെ തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനാണ് പ്രതിസ്ഥാനത്തുള്ളത്, ഈ ഭരണമാണ് പ്രതിസ്ഥാനത്തുള്ളത്. അപ്പുറത്ത് ആവിക്കൽ തൊഴിലെ ജനവാസ മേഖലയ്ക്കകത്ത് സൃഷ്ടിക്കാൻ നൽകിയ മാലിന്യ പ്ലാന്റിനെതിരെയുള്ള സമരം, ജനങ്ങളെ തല്ലിച്ച സമരം. ശരിയോ തെറ്റോ നിങ്ങൾ പരിശോധിക്കും. കോതിയിലെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശത്ത് മനുഷ്യ വിസർജ്യത്തിന്റെ മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാനുള്ള ശ്രമം ആർക്കു വേണ്ടി നടത്തി? ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഒരുപാടുണ്ടായിട്ടും അവിടെ തന്നെ കൊണ്ടു നടത്തി. അതിനെല്ലാം ഇപ്പോൾ ഇതുമായിട്ട് ഈ പറയുന്ന പാർട്ടിയിലെ ഇപ്പോഴത്തെ ഇടപാടുമായിട്ട് നിങ്ങൾ എങ്ങനെ ബന്ധിപ്പിക്കും? ഈ പ്രമോദ് കോട്ടുള്ളിക്ക് ഇതിലെല്ലാം പങ്കാളിത്തമുണ്ട് എന്നാണോ, അല്ലെങ്കിൽ ഈ പ്രമോദ് കോട്ടുള്ളി ഉൾപ്പെടുന്ന ഒരു നെക്സസിലേക്ക് ഇത് കൊണ്ടുവരുന്നു എന്നുള്ളതാണോ? കോഴിക്കോട്ടെ പാർട്ടി പഴയകാല പാർട്ടിയല്ല. ഇന്നത്തെ പ്രത്യേകത 6 മാസം മുമ്പ് CPMൽ നിന്ന് കോറി മാഫിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടപാടുകൾ നടത്തി എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത ജോർജൻ തോമസിനെ തിരിച്ചെടുക്കാൻ പോകുന്ന ദിവസമാണ് ഇന്ന്. ഞങ്ങൾ ചോദിക്കുന്നു, ജോർജൻ തോമസ് ഇടപെട്ട ഏത് ആരോപണത്തിലാണ് അദ്ദേഹം പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടുള്ളത്? എവിടെയാണ് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടത്? ഒന്നുമില്ല. 6 മാസം ജനങ്ങൾക്ക് മുന്നിൽ പുറമെ സൃഷ്ടിക്കാൻ വേണ്ടി ജോർജൻ തോമസിനെ പുറത്താക്കി. വാങ്ങിയ സ്വന്തം വീടിന് വേണ്ടിയിട്ട് ടൈൽസ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ പൈസ, കല്ല് വാങ്ങിയ പൈസ, കോറിയിലെ ഷെയർ, ഇതൊന്നും മാഞ്ഞു പോയിട്ടില്ല. പക്ഷെ എന്താണ്, ജോർജൻ തോമസിനെ പുറത്താക്കി എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തൽക്കാലം പിടിച്ചു. അത് തന്നെയാണ് പ്രമോദിന്റെ കാര്യത്തിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോഴിക്കോട്ടെ പാർട്ടി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ചില 2-3 ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കോഴിക്കോട് നടന്ന സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ പാർട്ടിക്ക് പങ്കുണ്ട്. അതിലൊരു ചെറിയ കണ്ണി മാത്രമായിരിക്കാം നേരത്തെ പറഞ്ഞ പ്രമോദ് കോട്ടുള്ളി. ഞങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് മഞ്ജുഷ ഈ വാർത്ത ആരാണ് പുറത്തുവിട്ടത്? പ്രമോദ് കോട്ടുള്ളിക്കെതിരെയുള്ള വാർത്ത, PSC അഴിമതി കേസ് ആരാണ് പുറത്തുവിട്ടത്? ജയചന്ദ്രൻ എന്ന് പറഞ്ഞ അത് PSCക്ക് അഴിമതിയല്ല, മറിച്ച് അത് ആയുഷിന്റെ ഡയറക്ടർ സ്ഥാനത്താണ്. ആരാണ് പുറത്തുവിട്ടത്? കോൺഗ്രസ് ആണോ? അത് പുറത്തു. ഇനിയിപ്പോ ഞങ്ങൾ കേരളത്തിലെ ഭരണ സംവിധാനത്തിനോട് ചോദിക്കുന്നത്, അങ്ങനെ ഒരു വ്യക്തി പ്രമോദ് കോട്ടിൽ, അയാൾ എന്തോ ആവട്ടെ, അങ്ങനെ ഒരു വ്യക്തി ഒരു BJP നേതാവുമായി ചേർന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് അഴിമതി നിരോധന നിയമത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ക്രിമിനൽ കേസ് എടുക്കണ്ടേ? അതെടുക്കേണ്ട ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടി കോടതിയിൽ ഞങ്ങൾ പുറത്താക്കി. ജയചന്ദ്രൻ, ഇതാണല്ലോ ഈ പാർട്ടി കോടതി എന്ന് പറയുന്നത്. ഇതാണല്ലോ പാർട്ടി കോടതി എന്ന് പറയുന്നത്. എന്നിട്ട് നുണപ്രചാരണങ്ങൾ നടത്തുന്നത് ഇല്ലേ? ഇതാണല്ലോ പാർട്ടി കോടതി എന്ന് പറയുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിക്കുന്നു. ഞാൻ ശ്രീ ജയേന്ദ്രനോട് ചോദിക്കുന്നു. ജയേന്ദ്ര, ഏതായാലും കോഴിക്കോട്ടെ വിഷയങ്ങൾ നിങ്ങൾ ഇടപെടാൻ പോവുകയാണല്ലോ. കോഴിക്കോട്ട് കോടതിക്കകത്ത് അടുത്ത് ചെറുട്ടി റോഡിൽ ദേശാഭിമാനിക്കൊരു ആസ്ഥാനം ഉണ്ടായിരുന്നു. ശ്രീ ജയേന്ദ്ര ശ്രദ്ധിച്ചു വെച്ചോ, ദേശാഭിമാനി EMS അന്ന് സ്വത്ത് വിറ്റ് 25,000 രൂപ കൊണ്ട് തുടങ്ങിയതാണ് കോഴിക്കോട്ടെ ദേശാഭിമാനി. അത് വിറ്റു. ആ പൈസ എവിടെ പോയി? പാർട്ടിക്കകത്തുള്ള ചർച്ച. മർക്കന്റൈൽ ബാങ്ക് വാങ്ങിയ അതേ പാർട്ടിയോടാ ചോദിക്കുന്നത്, ദേശാഭിമാനിയൊക്കെ വിൽക്കേണ്ട, ഒരു EMSന്റെ ചരിത്ര സ്മാരകം വിൽക്കേണ്ട എന്ത് സാഹചര്യമാണ് കോഴിക്കോട്ടെ പാർട്ടിക്കുള്ളത്? അതിന് പകരം ചെയ്ത ആൾട്ടർനേറ്റീവ് എന്താണ്? നിങ്ങൾ വിശദീകരിക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, കോഴിക്കോട്ടെ പാർട്ടിക്കാർ പരസ്പരം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങിയ കാലത്തുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവർ രാഷ്ട്രീയത്തിൽ പുറത്തു പോയിട്ടില്ല. പക്ഷെ അവർ വളരുന്നില്ല. വളരാതിരിക്കാൻ കാരണം ഇവർ ഈ പണ്ടേ അവരെ പറഞ്ഞു പഠിപ്പിച്ച് വിപ്ലവം വരും, മാറ്റം വരും, ഈ
രാജ്യത്ത് ഒരു ജനാധിപത്യം വരും എന്നൊക്കെ അവരെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷെ അവരെവിടെ പോയി നോക്കിയിട്ടും വരുന്നത് ജനാധിപത്യമല്ല, മറിച്ച് പാർട്ടിക്കകത്തെ പണാധിപത്യമാണ്. ഓരോ ഘട്ടത്തിൽ പാർട്ടി ഇല്ലാതായി ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകൾ മാത്രമാണ്. പലപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന ഒരു കാര്യം ഇത് പാർട്ടിയിൽ ഒത്തുതീർപ്പാകുന്നു. അതാണ് ഈ പൊതുസമൂഹം സംശയിക്കുന്നത്. അത് അല്ല, അതങ്ങനെയാണെന്നേ. ഇതെന്ന് പറയുന്നത് ഇപ്പൊ നിജേഷ് പറഞ്ഞ കാര്യങ്ങൾ, അതിനു മുൻപ് പിന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ആരോപണങ്ങളുടെ തലത്തിലല്ലാതെ പിന്നെ ഈ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇവിടെ വെച്ചിട്ടാണോ നിജേഷ് സംസാരിക്കുന്നത്, ശ്രീജിത്ത് സംസാരിക്കുന്നത്? അല്ലല്ലോ, അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിന്റെ സർക്കാർ തന്നെ പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയ നിയമമാണെന്നേ ഈ വിസിൽ ബ്ലോഗേഴ്സ് ആക്ട്. അതുണ്ടല്ലോ. അത് വെച്ച് നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ആരെ വേണമെങ്കിൽ വിചാരണയ്ക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള സുതാര്യമായ നിയമമാണ് വിസിൽ ബ്ലോഗേഴ്സ് ആക്ട്. നിങ്ങളെങ്കിലും അങ്ങനെ ആവണം നിജേഷ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ചർച്ചയിൽ അങ്ങനെയല്ലേ പറഞ്ഞത്. അതിന് നിജേഷ് യാതൊരു മറുപടിയും പറഞ്ഞില്ല. താൻ സ്വന്തം നിലയിൽ വിസിൽ ബ്ലോഗർ ആകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊരു മറുപടി ഞാൻ നിജേഷിന് പ്രതീക്ഷിച്ചു. അതിവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇനി അതുകൊണ്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ലല്ലോ. മറ്റൊരു കാര്യം, ഈ പിന്നെ റിയൽ എസ്റ്റേറ്റ് സംബന്ധിയായ പ്രവർത്തനങ്ങൾ അത് നിയമവിധേയമാക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് നിജേഷിനും മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം DLF എന്ന കമ്പനി, റോബർട്ട് വാദ്ര തുടങ്ങിയ പേരുകളൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരുമല്ലോ സാധാരണക്കാരുടെ പോലും. കാര്യം റിയൽ എസ്റ്റേറ്റ് ആണ് അവർ കൈകാര്യം ചെയ്യുന്ന ഏരിയ. എന്തുകൊണ്ടാണത് നിയമവിധേയമാണ്? ഇന്ത്യയിൽ കേരളത്തിൽ റിറ എന്ന ഏജൻസി ഉണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ് പിന്നെ റെഗുലേറ്ററി ഏജൻസി എന്ന് പറഞ്ഞ്, അത് നിയമവിധേയമാണ്. അതേസമയം അതിൽ മാഫിയ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത് വേറൊരു തലമാണ്. തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നുള്ള നിലയ്ക്ക് എവിടെയെങ്കിലും ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടപ്പെടണം, തുറന്ന് പിന്നെ വിചാരണ ചെയ്യപ്പെടുകയും നടപടിയെടുക്കപ്പെടുകയും വേണം. അതിനാണല്ലോ ഈ നിയമവിധേയമായ പ്രവർത്തനത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നാൽ പിന്നെ അത് പരിശോധിക്കാനും നടപടിയെടുക്കാനും ഒക്കെയുള്ള ഏജൻസിയാണ് റിറ എന്ന് പറയുന്നത്. അത് നിലവിലുള്ള സംസ്ഥാനമാണെന്നേ കേരളവും. അപ്പൊ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക, അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക, നിരന്തരം CPM-നെ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. ആക്ഷേപിക്കാം, നിങ്ങൾക്ക് ആക്ഷേപിക്കുന്നതിനൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, താങ്കൾക്ക് ആക്ഷേപിക്കുന്നതിനൊന്നും എന്റെ അനുവാദവും ലൈസൻസും ഒന്നും വേണ്ട, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ചർച്ചയിൽ വന്നിരുന്നോട് പറയുമ്പോൾ, കാര്യം താങ്കളെ സംബന്ധിച്ച് എനിക്ക് മതിപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അതുകൊണ്ട് ഞാൻ പറയുന്നത്. കാര്യം ഞാൻ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഞാൻ താങ്കളെ കാണുന്നത്. നമ്മൾ എത്രയോ ചർച്ചകളായിട്ട് നിരന്തരം ഇടപെട്ട് പോരുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരാൾ പറയുമ്പോൾ ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കും താങ്കളുടെ ഇൻവോൾവ്മെന്റ്, പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ആളാണ് നിജേഷ് എന്നുള്ള എന്റെ ഒരു ബോധ്യം. ആ ബോധ്യം തെറ്റല്ലെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു ഡെപ്തിലാണ് കാര്യങ്ങൾ കാണുകയെന്നും ആ ഡെപ്തിൽ തന്നെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കും. അതിങ്ങനെ പ്രതീക്ഷിച്ചില്ലെങ്കിലാണ്, ആ പ്രതീക്ഷ സഫലമാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളിലേക്ക് താങ്കൾക്ക് പോകേണ്ടി വരുന്നത് എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. അത് എന്റെ ഒരു വിചാരമാണ് കേട്ടോ. അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താവുന്നതേ ഉള്ളൂ. ഞാൻ തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുത്താവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ 1, 2, 3, 5 വരെ പറഞ്ഞല്ലോ, 5 ആരോപണങ്ങളാണ് നിജേഷ് പറഞ്ഞത്. പിന്നെയും പറഞ്ഞു, എങ്കിലും പ്രധാനമായിട്ടും 5 എണ്ണമാണ് എണ്ണി പറഞ്ഞത്. ഈ 5 ആരോപണങ്ങളിൽ എത്രയൊക്കെ കാര്യങ്ങൾ നിജേഷിന് ചെയ്യാൻ പറ്റും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, അതിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്യണം കേരളീയ പൊതുസമൂഹത്തിന് വേണ്ടി എന്ന് തന്നെയാണ് ഞാൻ താങ്കളോട് സ്നേഹബുദ്ധിയ പറയുക. അതൊരു പിന്നെ ഞാൻ ഒരു തരത്തിലും വിദൂരമായി പോലും ഒരു പരിഹാസ ലാഞ്ചന ഞാൻ പിന്നെ പറയുന്നത് ഇല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക കേട്ടോ. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല എന്ന് താങ്കൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയല്ല പറയുന്നത്, സീരിയസ് ആയിട്ട് തന്നെ പറയാം. ഇത്തരത്തിലുള്ള അഴിമതി ഏത് സർക്കാരാണെങ്കിലും, അത് ഇടതു വലത് വ്യത്യാസമില്ലാതെ ഏത് സർക്കാരാണെങ്കിലും അവരുടെ കീഴിൽ അത്തരം നടപടികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും പരിശോധിക്കപ്പെടുകയും ചെറുക്കപ്പെടുകയും തിരുത്തപ്പെടുകയും വേണം. അതൊക്കെയാണ് അതിന്റെ കാര്യം. പിന്നെ ഇനി നമ്മുടെ ഈ കോർ ഇഷ്യൂയിലേക്ക് വന്നാൽ, പ്രമോദിന്റെ ഇഷ്യൂയിലേക്ക് വന്നാൽ, പ്രമോദിന്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയമായ താല്പര്യങ്ങൾ, രാഷ്ട്രീയമായ ആശങ്കകളല്ല, നിങ്ങൾ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ്. ആ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കകത്ത് നിന്ന് പ്രവർത്തിക്കാൻ സ്വാഭാവികമായും CPIM എന്ന പാർട്ടിയെ കിട്ടില്ലല്ലോ. അവർക്ക് എന്താണ് അവരുടെ നിലപാടെന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് താഴേക്ക് അവരുടെ ജില്ലാ കമ്മിറ്റി, ഇപ്പൊ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പിന്നെ വിവിധ തലങ്ങളിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നു മുതൽ തന്നെ
അത് ജനറൽ ബോഡികൾ വിളിച്ചു ചേർക്കുന്നുണ്ടാവുമെന്നാണ്. അല്ലെങ്കിൽ നാളെ മുതലെങ്കിലും ജനറൽ ബോഡികൾ വിളിച്ചു ചേർത്താണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുക. അവിടെ സാധാരണ പാർട്ടി മെമ്പർമാരടക്കമുള്ളവർ പങ്കെടുക്കുന്ന ആ ജനറൽ ബോഡികളിൽ ഇക്കാര്യങ്ങളാകെ വിശദീകരിക്കപ്പെടും. അവരുടെ രീതി അങ്ങനെയാണ്. CPM കേഡർ പാർട്ടിയുടെ പ്രവർത്തന രീതി അങ്ങനെയാണ്. അവര് കമ്മ്യൂണിക്കെ ഇറക്കി പാർട്ടിയിലേക്ക് പറയുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ ജൂലൈ 4-നാണ് മറ്റേ സെൻട്രൽ കമ്മിറ്റി കമ്മ്യൂണിക്കെ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. അതിൽ തന്നെ കാര്യങ്ങൾ പറയുന്നത് എല്ലാം വിശദമായി വലിച്ചുവാരി നിരത്തിയല്ലോ പറയുന്നത്. പൊതിഞ്ഞു പറയേണ്ട കാര്യങ്ങൾ പൊതിഞ്ഞു പറയും. അല്ല, ഇതിനകത്ത് ഒന്നും വിശദമാക്കണ്ടെന്നേ. എന്താണ് നടന്നതെന്ന് അത്യാവശ്യം 2 വാചകത്തിൽ പറയാമല്ലോ. ഇവിടെ വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ട് 4-5 പാരഗ്രാഫ്. അതിനേക്കാൾ നല്ലത് എന്താണ് കാര്യമെന്ന് ചുരുങ്ങിയ വാചകത്തിൽ 2 വാചകത്തിൽ പറയാനുള്ളതേ ഉള്ളൂ. എന്താണ് നടപടി, എന്താണ് ഈ നടപടി കാരണം, എന്താണ് നടപടി എന്നുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. പാർട്ടിയുടെ എല്ലാ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഈ നടപടികൾ നയിച്ചതെന്നുള്ള കാര്യം, പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തി, ഒന്ന് എന്താണ് കളങ്കം, പാർട്ടിയെ അച്ചടക്കം ലംഘിച്ചു, അതെന്താണ് എന്നുള്ളത് ആ പാർട്ടിക്കകത്ത് അവർ പറയൂ. അതാണ് അവരുടെ ഘടന. അത് അവർ ആ പാർട്ടിക്കകത്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നാളെ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തുടങ്ങും. പാർട്ടിക്കുള്ളിലാണ് കേട്ടോ, പാർട്ടിക്ക് പുറത്ത് CPM പറയില്ല. അതിന്റെ ആവശ്യം അവർക്കില്ല. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഇപ്പൊ പാർട്ടിക്കുള്ളിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇനി അത് ജനങ്ങളോടും പറയേണ്ടതാണ് എന്ന് തീരുമാനിച്ചാൽ അവരത് പുറത്താക്കുകയും ചെയ്യും, പുറത്ത് പറയുകയും ചെയ്യും. അതാണ്. എന്നാലും പലരുടെ കാര്യത്തിലുള്ള അച്ചടക്ക നടപടികളെ സംബന്ധിച്ച് ഇന്നും ഞാനതാണ് ചാത്തണ്ണി മാസ്റ്ററുടെ കാര്യം ചോദിച്ചത്. എന്താണെന്ന് താങ്കൾക്ക് അറിയാം. ശരി, പാർട്ടിയുടെ ഇരുമ്പ് മാറ അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ശരി, ശ്രീ നിജേഷ്, കൂടുതൽ പ്രതീക്ഷിക്കേണ്ട, ഇത്ര കേട്ടാൽ മതി. കളങ്കമുണ്ടാക്കി പാർട്ടിയുടെ സൽപ്പേരിന്, പാർട്ടിയുടെ ഭരണഘടന ലംഘിച്ചു. ഈ 2 കാരണങ്ങൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞത് ഈ കാര്യമാണ്. ഇന്ന് അതിന്മേൽ ബാക്കി നമ്മളെല്ലാവരും നുണപ്രചാരണം മെനയുകയാണെന്നാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറം പാർട്ടിയിൽ നിന്ന് തൽക്കാലം പ്രതീക്ഷിക്കേണ്ട. നിജേഷ്. അല്ല, നമ്മളൊക്കെ ഈ പാർട്ടി ഇവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്രയ്ക്കേറെ പറയുന്നത്. ഇപ്പോൾ ശ്രീ EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും ഒരുമിച്ച് ചേർന്നൊരു കച്ചവടം തുടങ്ങിയപ്പോൾ അതിന്റെ നേരെ താഴെ കോഴിക്കോട് ശ്രീ ജയചന്ദ്രൻ സമ്മതിക്കുന്നു BJP-കാരന് 20 ലക്ഷം വാങ്ങി 2 ലക്ഷം രൂപ CPM ഏരിയ ജില്ലാ കമ്മിറ്റി അംഗത്തിന് കമ്മീഷൻ കൊടുത്തു എന്ന് പറയുന്നു. എവിടെ എത്തി പാർട്ടി? അതിനപ്പുറത്തൊന്നും ചോദിക്കില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകളെ ഞാൻ സ്വീകരിക്കുന്നു. രണ്ടാമത് മിസ്റ്റർ ജയചന്ദ്രൻ, കിനാലൂർ സമരം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സമരമാണ്. ഞങ്ങൾ ആ സമരത്തിന്റെ ജനകീയ സമരസമിതിയാണ്. ഞങ്ങളെ സമരം വിജയിപ്പിച്ചിട്ട് പോയ ആളുകളാണ്. ഞങ്ങൾക്ക് കോടതിക്കകത്ത് പോകേണ്ടി വന്നിട്ടില്ല. സറണ്ടർ ചെയ്തത് സാക്ഷാൽ VS അച്യുതാനന്ദനാണ്. ചക്കിട്ടപാറ സമരം കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ അടയാളപ്പെടുത്തിയ സമരമാണ്. അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഖനന കമ്പനിയെ ഞങ്ങൾ ഓടിച്ചു വിട്ടതാണ്. വനഭൂമിയിൽ നിന്ന് ഞങ്ങളൊക്കെ സമരം ചെയ്ത ആളുകളാണ്. ഞങ്ങൾ വിജയിപ്പിച്ച സമരമാണ്. അതുകൊണ്ട് ആവികൽ തോടിലെയും കോതിയിലെയും പാളയത്തെയും സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമരമാണ്. കോടതി വഴി മാത്രം നോക്കലല്ലോ ജനകീയ കമ്മ്യൂണിസ്റ്റുകാർ പ്രപ്പോസ് ചെയ്യേണ്ടത്. നമ്മൾ ജനകീയ സമരത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരു വിഷയത്തിനെ ജനകീയ സമരം കൊണ്ട് എതിരിടാൻ സത്യസന്ധമായി ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞ് ജനങ്ങളെ അണിനിരത്തി എതിരിടാനുള്ള കെൽപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കോടതിയിൽ പോകേണ്ട ഘട്ടം വന്നാൽ ഞങ്ങൾ കോടതിയിൽ പോകും. അല്ലാത്ത സമയത്ത് കോഴിക്കോട് അതുകൊണ്ട് കോംട്രസ്റ്റ് ഭൂമി നിങ്ങളിപ്പോ ശ്രീ ജയേന്ദ്രൻ അറിയാത്തതല്ലോ. കോംട്രസ്റ്റ് തൊഴിലാളികളുടെ സമ്പത്തായിരുന്നു. അത് കൈക്കലാക്കാൻ വേണ്ടി കോഴിക്കോട്ടെ ഏതാനും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ശ്രമിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ജനകീയ സമരം കൊണ്ടാണ് അതില്ലാതായി പോയത്. 10 കൊല്ലമായ പ്രൊജക്ട് നിന്നുപോയത് വിഷയത്തിൽ നിന്ന് മാറുകയാണ്. ഇതിലിത്രയേ ഉള്ളൂ ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ എടുത്ത നടപടി. അതിന്മേൽ ഇനി എന്തിനാണ് ഈ നടപടി? ഇതിലൊന്നും ഇനി കൂടുതൽ വിശദീകരണം പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതാണ് ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞതിന്റെ സാരം. മഞ്ജുഷ ഒരു കാര്യം ഞാൻ പറയാം. മഞ്ജുഷ ഒറ്റ കാര്യം പറയാം. ഇന്ന് പാർട്ടി അതിനകത്ത് പറഞ്ഞത് ഞങ്ങൾ കോലം കത്തിച്ചു എന്നാണ് ഒരു പരാമർശമുള്ളത്. ഞങ്ങൾ പറയുന്നു ഇത് CPM വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ CPM-ന്റെ ജില്ലാ ഭാരവാഹികൾക്കെതിരെയും സംസ്ഥാന ഭാരവാഹികൾക്കെതിരെയും ഈ ആരോപണം പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണ്. PSC പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ആളുകൾക്കാണ് 60 ലക്ഷം രൂപ കോഴ കൊടുത്തിട്ടാണ് PSC മെമ്പർമാർ വരുന്നത് എന്ന് പറഞ്ഞാൽ തകരുന്നത് വിശ്വാസ്യതയാണ്. മധ്യപ്രദേശിലെ ഉത്തർപ്രദേശിലെ വ്യാപം ഉൾപ്പെടെയുള്ള അഴിമതിയാണ് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് PSC-യെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് അഴിമതിവൽക്കരിച്ചാൽ അത് പ്രശ്നം തന്നെയാണ്. ആയുഷ് ഡയറക്ടർക്ക് 60 ലക്ഷം രൂപ കോഴ കൊടുക്കണമെങ്കിൽ അവിടെ പോയി മരുന്ന് വാങ്ങുന്ന ആളുടെ ജീവനാണ് പ്രശ്നം. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ CPM പറയുക എന്നതാണ് സംഭവിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ പുറത്താക്കിയത് തുറന്നു പറഞ്ഞേക്കേ എന്ന് തുറന്നു പറയാൻ അത്ര ബുദ്ധിമുട്ടുള്ള അദ്ദേഹം തിരിച്ച് ഒറ്റവാക്ക് മഞ്ജുഷ ഒറ്റ വാക്കുകൂടി അദ്ദേഹം പറഞ്ഞോളൂ. എന്താണ്
അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ പ്രേമൻ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്കിന് അടിയിൽ കൊണ്ടിട്ടു, എല്ലാ ഇടപാടുകളുടെയും ചതിയൻ നിങ്ങളാണ് മിസ്റ്റർ പ്രേമൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഇടപാടാണ്, ചതിയാണ്, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ശരി, ഇതെല്ലാം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്ന കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ പാർട്ടിക്ക് പറയാൻ സൗകര്യമുള്ളൂ എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടും അതിൽ എന്താണ് നടപടിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മൗനം പാലിക്കുന്നു. അത് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കി, ഭരണഘടനയെ ലംഘിച്ചു. ഈ രണ്ട് പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത്രമാത്രമേ ഇപ്പോഴും CPM-ൽ നിന്ന് ഔദ്യോഗികമായിട്ട് അറിയുവാൻ കഴിയുന്നുള്ളൂ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ വൈൻ ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: PSC കോഴയിലെ നടപടി. പ്രമോദ് കോട്ടൂളി ഇപ്പോൾ CPM-നെതിരെ ഉന്നയിക്കുന്ന ആരോപണം വിശ്വസനീയമോ? അതേ എന്ന് 80% പ്രേക്ഷകർ, അല്ല എന്ന് 16%. വൈൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.